Hallelujah. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുമായി ദൈവവാദവൃത്തിലേക്ക് അടുത്തിരുവാസുരത്തിൽ വലിയവനായ ദൈവം താവൂരിക്ക് നൽകിയ എല്ലാ അവസരങ്ങൾക്കും നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. വെള്ളിയാഴ്ച ഉപവാസത്തിൻ്റെ ഇന്ന് ദൈവദാസ ഉപവാസത്തോടെ 39ാമത്തെ ദിവസത്തിലായിരിക്കുന്നു. എത്രത്തോളം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് അതിശക്തമായി ഉപയോഗിക്കാൻ എല്ലാം കർത്താവ് സഹായിച്ചു. എത്രത്തോളം കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചു, ശക്തീകരിച്ചു, ബലപ്പെടുത്തി. ഓരോ ദിവസവും പുതുശക്തിയോട് പുതുബലത്തോടെ ആയിരിക്കാം സ്വർഗത്തിൽ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർ വിളിച്ച് പ്രാർത്ഥിപ്പാനും അനേക പ്രിയപ്പെട്ടവർക്ക് കൂടുതലും സൗഖ്യവും ആശ്വാസവും എല്ലാം പ്രാർത്ഥിപ്പാൻ എല്ലാം കർത്താവ് സഹായിച്ചു. ഇന്ന് വാൽക്കാലം മധ്യസ്ഥ പ്രാർത്ഥനയുമായി ദൈവവാദപീഠത്തിലേക്ക് അടുത്തിരുവാൻ കർത്താവ് അടിയനെ സഹായിക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല മധ്യാഹ്ന സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സമയഭേദം കൂടാതെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തിരുവാൻ സ്വർഗത്തിൽ വലിയവരായ ദൈവം അടിയങ്ങളുടെ ജീവിതങ്ങളുടെ അവസരക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവിന് വാൽക്കാലോ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പം കർത്താവെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരവിടുന്ന് കൂടി സഹായിക്കും. അടിയങ്ങൾ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാൽക്കാൻ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് അങ്ങാനുപ്പെടുന്നതായിട്ട് കടന്നൊരു സൗഖ്യം കൂടുതൽ ആശ്വാസപ്പിച്ചവരും കൽപ്പിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വാൽക്കാലം കർത്താവിൻ്റെ കരം കൂടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തെ അറിയാത്തവരെ ദൈവത്തെ അറിയുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, സ്വന്തം രക്ഷിതാവെ സ്വീകരിപ്പാൻ എല്ലാം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം അങ്ങേക്ക് പ്രസാദകരമായി തീർന്ന കർത്താവ് ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥാനത്ത് പറഞ്ഞ് ഞങ്ങൾ ഇരുത്തണമേ. അവിടുന്ന് പ്രാർത്ഥനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പാട്ട് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തൻ്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തൻ്റെ വേലയെ തികച്ച് ഒരുങ്ങിയിടുക. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തൻ്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തൻ്റെ വേലയെ തികച്ചു നീടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാൻ. കാന്തൻ വരാനായി നാമും പോകാറായി. ആമേൻ. കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാൻ ദൈവജനമേ, ഇനി തോൽവില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാൻ ദൈവജനമേ, ഇനി തോൽവില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം. ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ശാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ
വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം യേശുവിന്റെ രക്തത്താ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലവേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലവേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നമുക്കുണ്ട്. തേടാം ദൈവജനമേ ഇനി തോൽവില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ ഇനി തോൽവില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, ആമേൻ കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാൻ, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, ആമേൻ കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, ആമേൻ കാന്തൻ വരാറായി. ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ. പാട്ടുകാരൻ പറഞ്ഞ പോലെ കാഹളം കേട്ടിടാൻ സമയമായി, കാന്തം വരാറായി നാമും പോകാറായി. ആമേ ആകെ ഈ നാളുകളിൽ ഒരുങ്ങിയിരിക്കും കർത്താവ് നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്ന വാൽക്കാലം മധ്യസ്ഥ പ്രാർത്ഥനയുമായി ദൈവപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗ്ഗത്തിലെ വലിയനായ ദൈവം അതിനെ സഹായിക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാൽക്കാലത്തെ ആമേ മധ്യസ്ഥ പ്രാർത്ഥന വളരെ അനുഗ്രഹമായി തീരുക. കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമതായിട്ട് ആമേൻ കൊറോണ നിമിത്തം ആമേ ഹല്ലേലൂയ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവർക്ക് പൂർണ്ണമായ വിടുതലും സൗഖ്യം കൊടുക്കുന്നതിനും അവർ കർത്താവിനെ യഥാർത്ഥമായി അറിയുന്നതിന് വേണ്ടി കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ആമേ സഹായിക്കുന്നത് നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ശരീരത്തിലെ വിവിധ രോഗങ്ങളെ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേന്ന് വാൽക്കാരൻ ദുഷ്യത്തെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അപ്പൊ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠമെങ്കിൽ അങ്ങയുടെ പാദപീഠത്തിരുന്ന് കർത്താവേ അപ്പൊ നല്ല വിഷയങ്ങളുമായി കർത്താവേ അങ്ങയുടെ പാദപീഠത്തെ അടുത്ത് വരുന്ന കർത്താവേ എന്ന് വാൽക്കാല രോഗികൾക്ക് നല്ല വൈദ്യനായ ദൈവം ഹല്ലേലൂയ ആശ്വാസപ്രദനായ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്ന് വാൽക്കാലം കൊറോണ നിമിത്തം ഭാരപ്പെടുന്ന വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ രോഗത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ ഏറ്റെടുത്ത് എൻ്റെ കർത്താവിനെ അറിയുവാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ആമേ ഹല്ലേലൂയ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. അപ്പോൾ അവർ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. രോഗക്കിടക്കലായിരിക്കുന്നവർക്ക് അങ്ങ് ആശ്വാസവും സൗഖ്യവും അങ്ങ് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാൽക്കാല പൂർണ്ണമായ വിടുതൽ സൗഖ്യം എൻ്റെ അപ്പച്ചവർക്ക് കൊടുക്കുക, അവർക്ക് കൊടുക്കുമാറാണമേ എന്നവരോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശരീരത്തിൽ നീർക്കെട്ട് അനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ചോർച്ചിൽ അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥിക്കും. അങ്ങനെ വിവിധ രോഗങ്ങൾ ആമേ പുറത്ത് പറയാൻ പറ്റാത്ത വിവിധ രോഗങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾക്കായി ഇന്ന് വാൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗത്തിന്മേൽ കർത്താവ് പൂർണ്ണമായ വിടുതൽ കർത്താവ് കൊടുക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. ആ സൗഖ്യം ലഭിച്ച എൻ്റെ കർത്താവിന് ഹല്ലേലൂയ സാക്ഷിയായി തീരുക, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ആമേ അവരെ സഹായിക്കുമാറാണ്. വിശുദ്ധമേലെ എൻ്റെ അപ്പൻ്റെ കരോട് പ്രവർത്തിക്കുന്നതിന് നന്ദി, സൗഖ്യം കൊടുക്കുന്നതിന് നന്ദി, ആശ്വാസം കൊടുക്കുന്നതിന് നന്ദി. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതുപോലെ നമുക്ക് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല തലമുറകൾ ദൈവം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹപ്രായമത്തെ ആമക്കളെ പെൺമക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തക്കതായ തുണകളെ ദൈവം അവർക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ദിവസങ്ങളിൽ ഡെലിവറിയോടനുബന്ധിച്ച് ആശുപത്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കാം. സുഖകരമായ ഡെലിവറി ഓരോരുത്തർക്ക് ദൈവം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വിഷയത്തോട് നമുക്ക് ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശുദ്ധനായ ദൈവമേ, അപ്പാ പിന്നെ ഞങ്ങളുടെ പാദത്തിലേക്ക് വിഷയമായി കടന്നു വരുന്ന കർത്താവ്, ഇന്ന് പലക്കാലം കർത്താവെ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കർത്താവ് ഉത്തരഫലത്തെ അവർക്ക് കൊടുക്കണം. മക്കളെ ഹോദാന ഉത്തരഫലവും പ്രതിഫലവും അവകാശമാകിയാൽ കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തലമുറകൾ ജനിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കുന്ന ദിവസങ്ങൾ ഡെലിവറിയോടനുബന്ധിച്ച് ആശുപത്രികളിലായിരിക്കുന്ന ഭവനങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ആമേസ്കരമായ ഡെലിവറി അവർക്ക് കൊടുത്ത് മാനിക്കുക. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ സഹായിക്കുമാറാണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ വിവാഹപ്രായമത്തെ ആമക്കളെ പെൺമക്കളോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് അവർക്ക് തക്കതായ തുണകളെ കൊടുത്ത് ദൈവം ഇന്ന് ആളുകൾ കർത്താവ് തക്കതായ തുണകളെ കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ അറിഞ്ഞ് ആമേ അവർക്ക് യോജിച്ചതായ തക്കതായ തുണകളെ അവിടുന്ന് കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരോടും കൂടി സഹായിക്കുന്ന നന്ദി. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ജോലിക്കായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഉണ്ട്. കൊറോണ നിമിത്തം കടന്നു പോകാൻ കഴിയാതെ ഭവനങ്ങളായിരിക്കും. തക്ക സമയത്ത് അവരുടെ പാസ്പോർട്ടും വിസയും അവർക്ക് വേണ്ടുന്ന നന്മയെല്ലാം ലഭിച്ച് എത്ര വേഗം കടന്നു പോകുവാൻ വേണ്ടി കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും ദൈവം എടുത്ത് മാറ്റട്ടെ. ആമേൻ ഹല്ലേലൂയ. അതുപോലെ ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് വാൽക്കാല വിഷയത്തോട് നമുക്ക് കരുത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആവശ്യങ്ങളെ അവരുടെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം വിദേശ രാജ്യങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം തക്ക സമയത്ത് പാസ്പോർട്ടും വിസയും കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചന്തോചിതമായി എല്ലാവരുടെ കരുത്തിൽ ലഭിക്കാൻ വേണ്ടി കർത്താവ് ടിക്കറ്റ് എല്ലാം ലഭിക്കാൻ വേണ്ടി ആമേ എല്ലാം സഹായിക്കുക. അതിന് മുമ്പ് അവർ മുമ്പിലുള്ള എല്ലാ ആമേ കൊറോണ നിമിത്തം കർത്താവ് ഓരോ രാജ്യങ്ങളിലും കർത്താവ് വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ ആ രാജ്യത്തെല്ലാം പൂർണ്ണമായ വിടുതൽ കർത്താവ് അവിടെ നിന്ന് അയച്ച് കർത്താവ് പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് പോകാൻ ആവശ്യമായ എല്ലാ വഴികളെ വാതിലുകൾ അവിടെ തുറക്കണം. മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെ അപ്പച്ച അവിടെ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് നിമിത്തം കർത്താവിനെ ഉയർത്തുന്നവരായി തീരുക, കർത്താവിന് സാക്ഷ്യമുള്ളവരായി തീരുക. കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥി വിദേശത്തും സ്വദേശത്തും ജോലി നഷ്ടപ്പെട്ട അനേക പ്രിയപ്പെട്ടവരുണ്ടാമേ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നല്ല ജോലി കൊടുത്ത് മാനിക്കുന്ന അവരുടെ ആവശ്യങ്ങളെല്ലാവർക്കും പ്രവർത്തിക്കുന്ന എല്ലാത്തിനും കർത്താവിനെ ഉയർത്തുന്നവരായി കർത്താവിന് മാനും മൗത്തും പുകഴ്ചയും കൊടുക്കുന്നവരായി തീരും. കർത്താവെ ഇവിടുന്ന് ഇടയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുക. വിശുദ്ധമേലെ എൻ്റെ അപ്പൻ്റെ കരം പ്രവർത്തിക്കുന്ന ഞാൻ നന്ദി. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. അതുപോലെ നമുക്ക് ആമേൻ സ്വന്തമായ ഭവനമില്ലാത്ത ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ സ്വന്തമായ സ്ഥലമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വാടക വീടുകളിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വാടക കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേക വ്യക്തികളുണ്ട്. ആമേൻ. നമുക്ക് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ കടഭാരത്ത ഞെരുങ്ങുന്നവർക്കായി പ്രാർത്ഥിക്കാം. കടം എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ വയ്യാതെ ഭാരപ്പെടുന്ന അനേക വ്യക്തിത്വം കൊണ്ട് ആമേ. അതുപോലെ ബിസിനസ് വേണ്ടുപോലെ നടക്കാതെ ആയിരിക്കും വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ആ വിഷയത്തെല്ലാം അപ്പൻ്റെ കരുത്തിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശുദ്ധനായ ദൈവമേ, പിതാവേ, പിന്നെയും അപ്പ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരികയാണ് കർത്താവേ. ദൈവമേ, സ്വന്തമായ ഭവനമില്ലാതെ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വന്തമായ സ്ഥലമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഭൂമി പാർക്കുമ്പോൾ കർത്താവേ ആമേ ഹല്ലേലൂയ. മനുഷ്യന് പാർക്കാൻ വേണ്ടി കർത്താവ് സ്ഥലവും ഭവനവും എല്ലാം ആവശ്യമാണല്ലോ അപ്പാ. ഹല്ലേലൂയ. തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി നല്ല ഭവനങ്ങൾ അവിടുന്ന് കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതുപോലെ കർത്താവ് വാടക വീടുകൾ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന വാടക കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തിത്വം കൊണ്ടല്ല അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന തക്ക സമയത്ത് അവർക്ക് വേണ്ടുന്ന നന്മയുടെ വഴികളെ വാതികളെ ആമയോട് കൊടുത്ത് മാനിക്കണമേ. കരയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവം ഹല്ലേലൂയ കർത്താവിൻ്റെ കരത്തിൽ പ്രവർത്തിക്കും. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിത
അവിടെ ലജ്ജിച്ചു പോയിട്ടില്ല. അങ്ങ് തിരുത്തി വായിക്കുന്ന കഥാവ് ഈ ദിവസങ്ങളിൽ ഒരിക്കലും ലജ്ജിച്ചു പോകാം. അവിടെ അനുവദിക്കില്ല. അവരുടെ മുഖം പ്രകാശം തന്നെ തീരുവ. അപ്പോൾ അവിടെ സഹായിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ബിസിനസ് എന്തുപോലെ നടക്കാൻ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥന, നല്ല ബിസിനസ് നടക്കാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എടുത്ത കടങ്ങൾ തിരിച്ചു വീട്ടാൻ കഴിയാതെ കടക്കണികളിലും ഭാരപ്പെടുന്ന അനേക വ്യക്തിയിൽ നിന്ന് പാൽക്കാലം ഉണ്ടല്ലോ കർത്താവ്. അവരെല്ലാം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭവനം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ അതുപോലെ ആഗ്രഹിക്കുന്നവർ ഇന്ന് പാൽക്കാലം വിഷയത്തിന്മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലല്ലോ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ കർത്താവെ. അങ്ങാണല്ലോ അവിടുന്ന് പ്രവർത്തിക്കുന്ന കർത്താവെ. ഹാലിൽ തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അവിടുന്ന് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദിവസങ്ങൾ കർത്താവെ വഴികളെ വാതുകളെ മുഖാന്തങ്ങളെ എല്ലാം ഒരുക്കി കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ. കർത്താവിൻ്റെ കരം കൂടി സഹായിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ത്തോളം സഹായിച്ചില്ല, ശക്തിച്ചില്ല, ബലപ്പെടുത്തില്ല, പിന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും കർത്താവെ അവിടുത്തെ പാദപിള്ളായി പങ്കത്താ കൃപയുമാറാണ് സാന്നിധ്യം അംഗത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത നിമിഷം കർത്താവ് ചിന്തി പങ്കത്താവെ അടിയ ശക്തിയെ ബലപ്പെടുത്തുന്ന ദൈവദൂത് വിളിച്ചു പറയും കർത്താവിടെ ആക്കണമേ. അപ്പോൾ അവിടുന്ന് നിന്ന് കൃപയ്ക്കൊത്തോണം കർത്താവ് ദൈവജനം പ്രസംഗിപ്പ അടിയ ശക്തിയിരിക്കും ബലപ്പെടുത്തുകയും ചെയ്യുമാറാണമേ. അവിടുത്തെ സാന്നിധ്യം പറഞ്ഞാൽ ഇരുത്തി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. വൽക്കാലത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 61-ന്റെ 1-2 വാക്യം വായിക്കാം. അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കും. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലം വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിനെ കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ആമേ ഹല്ലേലൂയ. ആമേ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടുവാനും തടവുകാർക്ക് വിടുതലും ഭക്തന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും ദുഃഖിക്കുന്നവരെയും ആശ്വസിപ്പിക്കാനും. ആമേ ഹല്ലേലൂയ. ആമേ. യഹോവയായ കർത്താവിന്റെ ആത്മാവ് ആമേ എൻ്റെ മേലുള്ളതുകൊണ്ട് ആമേ സുവിശേഷം ആമേ അറിയിക്കുവാൻ ആമേ ഹല്ലേലൂയ. ഈ നാളുകളിൽ ആമേ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ആമേ ഹല്ലേലൂയ സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ആമേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ആമേ ഹല്ലേലൂയ അതിൽ നിന്ന് നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കുക കർത്താവ് നമ്മളോട് സംസാരിക്കുക. ആമേ ദരിദ്രരോടും എളിയവരോടും പീഡിതരോടും സുവിശേഷം പ്രയോഗിക്കുക. ആമേ കർത്താവ് ഈ ലോകത്തിൽ വന്ന് ആമേ സമ്പന്നരെ നോക്കിയിട്ടല്ല ആമേ താഴ്മയുള്ളവരോട് എളിമയുള്ളവരെ പീഡിതൽ കഷ്ടത്തിൽ അനുഭവിക്കുന്നവരാണ് ആമേ ഹല്ലേലൂയ സുവിശേഷം പ്രസംഗിക്കുന്ന കർത്താവ് നമ്മൾ ആമേ സഹായിക്കുന്ന. ഹല്ലേലൂയ. ഈ നാളിൽ ആമേ ശാരീരികമായും ഹല്ലേലൂയ ആത്മീയമായി രോഗികളായും ആമേ തളർന്നിരിക്കുന്നവരുടെ സൗഖ്യവും മുറിവും കെട്ടുന്നതുമാണ് ആമേ നമ്മളെ ഹല്ലേലൂയ ഹല്ലേലൂയ ദുഃഖി ആമേ ഹല്ലേലൂയ കർത്താവിന്റെ ആമേ ആ പ്രസാദ വർഷം നമ്മൾ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ സ്തോത്രം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേ ഹല്ലേലൂയ. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ആമേ കർത്താവ് എൻ്റെ മേൽ ആമേ അഭിഷേകം തന്നിരിക്കുന്നു. ആകയാൽ ആത്മീയമായി ആമേ ശാരീരികമായി രോഗികളായി തകർന്ന് ഇരിക്കുന്നവരെ സൗഖ്യമാക്കുക അവരെ മുറിവുകളെ കെട്ടുവാൻ വേണ്ടി കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത് ആമേ അയച്ചിരിക്കുന്നു. ആമേ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ നഷ്ടപ്പെട്ടവരുടെ ആമേ സുവിശേഷത്തെ കുറിച്ച് ആമേ അവരെ കണ്ണുകളെ ആമേ മങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ആമേ ഹാലിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആമേ സുവിശേഷത്തെ കുറിച്ച് ലജ്ജ കൂടാതെ സുവിശേഷം മറ്റുള്ളവരോട് പറയുക. ആമേ അവരെ കണ്ണുകൾ ആത്മീയ കണ്ണുകൾ തുറക്കാൻ വേണ്ടി ആമേ സുവിശേഷത്തിന്റെ വെളിച്ചം ആമേ കണ്ട് ആമേ അവർ രക്ഷിക്കപ്പെടുക. ആമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഹല്ലേലൂയ അവരെ സഹായിക്കുന്നവർ ആമേ ഹല്ലേലൂയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആമേ ഹല്ലേലൂയ മടി കൂടാതെ ആമേ ഹല്ലേലൂയ ലജ്ജ കൂടാതെ
ആമേൻ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ നല്ല വാർത്ത, നല്ല സുവിശേഷം, ആമേ ഹാലേലൂയ, ദരിദ്രരോടും ആമേൻ പീഡിതരോട് ഹാലേലൂയ, എളിയവരോട് ആമേ സുവിശേഷം പ്രസംഗിക്കുക. ആമേ ഹാലേലൂയ, ഓരോ ദിവസവും ആമേ ഹാലേലൂയ, ഈ സമ്പന്നതയുടെ ഹാലേലൂയ എത്രയോ പ്രിയപ്പെട്ടത് ആമേ ഈ ലോകത്ത് ആമേ സമ്പന്നതയുടെ മടിത്തട്ടിൽ ഹാലേലൂയ എന്തെല്ലാം ഉണ്ടായിട്ടും കർത്താവ് ഹാലേലൂയ ആമേൻ ദൈവത്തെ അറിയാതെ എത്രയോ പ്രിയപ്പെട്ടതായിരിക്കുന്ന ആ പാവങ്ങളായിരിക്കുന്ന അനേക വ്യക്തികൾ കർത്താവിലേക്ക് മനം തിരിഞ്ഞ് ദൈവത്തെ അറിയുക, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഈ നാളിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. ആമേ ഹാലേലൂയ, ഹാലേലൂയ. എന്നാൽ ഈ ദിവസങ്ങളിൽ ആത്മീയമായി അനേക പ്രിയപ്പെട്ടവർ കണ്ണു മങ്ങിയിരിക്കുമ്പോൾ ആമേ ഹാലേലൂയ, സുവിശേഷത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിൽ ആമേ ഹാലേലൂയ കടന്നു ചെന്ന് അവരെ രക്ഷിക്കപ്പെടുക. ആമേ ഹാലേലൂയ, അവരുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുക. കർത്താവ് അവരെ ആമേ ആ പ്രസാദ വർഷം അവരിൽ പ്രകാശിക്കുന്നതിന് വേണ്ടി നമുക്ക് അവർ ഹാലേലൂയ കർത്താവ് സഹായിക്കട്ടെ. ഹാലേലൂയ. അതുപോലെ നമുക്ക് ആമേ ഹാലേലൂയ മത്തായി 5:5-3-4-5 വാക്യങ്ങൾ വായിക്കും. ആമേ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആമേ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ആമേ നമ്മളിവിടെ ദൈവരാജ്യം അവകാശമാക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ജീവനും നിലനിൽക്കുക. ആമേ ഹാലേലൂയ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആമേ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആമേ ദൈവരാജ്യത്തെ അവകാശമാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവൻ നിലനിർത്തേണ്ടത് അത്യാവശ്യമായതാണ്. ആമേ അതിൽ രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആമേ ദുഃഖിക്കുന്നവർ നീതിയും സന്തോഷവും പരിശുദ്ധാത്മാവിന്റെ ആ സന്തോഷമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് മാത്രമേ ആ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. ആമേ ഹാലേലൂയ. ആ നീതിയും സമാധാനമുള്ള ആമേ ഹാലേലൂയ അതുപോലെ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സന്തോഷം ആമേ ഹാലേലൂയ ആ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ആശ്വാസം അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലേ അവർക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. ഹാലേലൂയ. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ആമേ ദൈവസന്നിധി താഴ്മയും വിനയമുള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ആമേ ഹാലേലൂയ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ആമേ സൗമ്യതയും താഴ്മയുള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ആമേ ഹാലേലൂയ ഭൂമിയെ അവകാശമാക്കുവാൻ കഴിയുള്ളൂ. ഹാലേലൂയ. നാളെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം താഴ്മയും വിനയവും ഉണ്ടോ അത് നമുക്ക് മറ്റുള്ളവരുടെ ആമേ ഹാലേലൂയ നമ്മുടെ നമ്മുടെ താഴ്മയിലും വിനയത്തിലും നമ്മൾ മറ്റുള്ളവരോട് മുമ്പിൽ എത്രത്തോളം താഴുവാനും എളിമപ്പെടാനും വിനയപ്പെടുവാനും നമ്മളെ കൊണ്ട് കഴിയും. അത്രത്തോളം ദൈവം നമ്മളെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹാലേലൂയ. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം ആമേ 4:8 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആമേ ഹാലേലൂയ 4:18 വാക്യം വായിക്കാം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ആമേ ഹാലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ സുവിശേഷത്തെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. ആമേ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിസം, ഹാലേലൂയ നല്ല വാർത്ത. ആമേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ സുവിശേഷം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുപെടുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. ആമേ ഹാലേലൂയ. ദരിദ്രരോടാണ് ദൈവം, സമ്പന്നതയുടെ മടിത്തട്ടിൽ ഇരിക്കുന്നവരോടല്ല ദൈവം സുവിശേഷം അറിയിക്കാൻ ഇടയാകി. ആമേ ദരിദ്രന്മാർ താണവരോട് ആമേ താഴ്മയും വിനയും എളിമയുണ്ടോ ആമേ അവരെയാണ് ദൈവം ഉയർത്തുക. ഈ താഴ്ന്ന ഭൂമിയിലേക്ക് എൻ്റെ കർത്താവ് വന്നപ്പോൾ എൻ്റെ കർത്താവിന് തല ചായ്ക്കുക. ആമേ ഹാലേലൂയ. ആരും ഇടം കൊടുക്കാൻ ഇടയായില്ല. ആമേ ഹാലേലൂയ. എന്നാൽ ഈ കൊറോണ ഹാലേലൂയ അനേക പ്രിയപ്പെട്ടവരെ ആമേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമ്പത്തുണ്ടായിട്ടും അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ടും ഒന്നും ആമേ അതിന് ഫലവത്താവുന്നില്ല. ആമേ ഹാലേലൂയ. എന്നാൽ പാവപ്പെട്ടവരോട് ആമേ അവരുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ദൈവം ആമേ അവരെ ഹാലേലൂയ അവർക്കാണ് ആമേ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുന്നത്. ആമേ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അതിന്റെ ആ നിറവും ആ സന്തോഷവും ആമേ ഹല്ലേലൂയ അനുഭവിക്കാൻ കഴിയുന്നത്. ആമേ. എന്നാൽ ഈ നാളിൽ എൻ്റെ കർത്താവിന്റെ വരവ്
ഏറ്റവും അടുത്ത് ആമേ ഹല്ലേലൂയ പലയിടങ്ങളായി വെള്ളപ്പൊക്കവും പേമാരിയും ആമയും കൊറോണയും എല്ലാം നിമിത്തം ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആമയെ പാവപ്പെട്ടവരായ ജനങ്ങൾ കർത്താവിൻ്റെ കരം കൂടി സഹായിച്ച് ആമയെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവർ പങ്കുവെക്കുക, ഓരോരുത്തരെ അവർ സഹായിക്കുന്നു. അതുപോലെ ദൈവം ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളെ അവർ സഹായിക്കുന്നു. ഈ ഉപവാസത്തിൻ്റെ 39-ാം ദിവസത്താലോ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. പിന്നെയും ശക്തീകരിക്കാൻ ബലപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളെ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന ഹല്ലേലൂയ ആ കൃപയ്ക്കൊത്തോളം ദൈവം ശുശ്രൂഷിപ്പം കർത്താവിനെ സഹായിക്കുന്ന നന്ദി. പിന്നെയും തുടർന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. ദേവദാസന സമയങ്ങൾ വർദ്ധിച്ചുകൊണ്ട് ദൈവസന്നിധാനം വളർന്നിടുവാൻ കൃപകളും വാരങ്ങളും ജോലിച്ചിടുവാൻ ഞങ്ങൾ വാചനത്തിൻ വേരൂന്നി വളർന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആമേൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആമേൻ കൃപകളും വാരങ്ങളും ജോലിച്ചിടുവാൻ ഞങ്ങൾ വാചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ ഓ കൃപകളും വാരങ്ങളും ജോലിച്ചിടുവാൻ ഞങ്ങൾ വാചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ ആമേൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആമേൻ പരിശുദ്ധാത്മാവേ ശക്തി ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയ ലോകത്തിൽ നടന്നിടുവാൻ ആമേൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഓ അതിശയ ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ ഓ
Praise the Lord. Hallelujah. ഇന്ന് പകൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ അത് 39ാമത്തെ പകൽ ഹല്ലേലൂയ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആദ്യപിതാക്കന്മാർ ആമേൻ ആരാധിച്ച കർത്താവിനെ ആമേൻ ഇന്നും ആരാധിക്കാൻ കൃപ ലഭിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവർ ഹല്ലേലൂയ സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആമേൻ മക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ കൃപ ലഭിച്ചവർ ഹല്ലേലൂയ ആമേൻ അതെ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആമേൻ അതെ ദുഃഖിച്ചിരിക്കുമ്പോൾ ആശ്വസിക്കുവാൻ കഴിയുന്ന ഉയരത്തിലെ ദൈവത്തിന്റെ വചനം ഇന്ന് പകലിലും ആമേൻ നമുക്ക് അല്പസമയം ശ്രവിപ്പാൻ തക്കോണം ഇടയായിത്തീരുന്ന ദൈവ കൃപയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ ഇന്ന് പകലിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ അല്പസമയം ആമേൻ അതെ മധ്യസ്ഥ പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ കർത്താവിന്റെ ദാസിയെ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്നും ആമേൻ ലഭിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ആമേൻ കടപ്പെട്ടവരാണ്. ആമേൻ ഇന്ന് പകൽ ദൈവവചന ചിന്തയ്ക്കായി അല്പസമയം സമയങ്ങളെ വേർതിരിക്കാം. കൊറോണ നിമിത്തം ഭാരപ്പെടുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. ആമേൻ അവരെല്ലാം ഓർത്ത് നമുക്ക് ആമേൻ പ്രാർത്ഥിക്കാം. ജോലി മേഖലയിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, ആമേൻ കുടുംബ പശ്ചാത്തലത്തിലാകട്ടെ, വളരെ പ്രയാസത്തിലൂടെ ദുരിതങ്ങളിലൂടെ ആമേൻ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവര് നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ഇന്ന് പകൽ ഒരു നിമിഷം അങ്ങനെയുള്ളവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആമേൻ അതെ പ്രിയപ്പെട്ടവർ വേർപെട്ടത് നിമിത്തം ആമേൻ വളരെ അത് കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നവരുണ്ട്. അതെ പ്രത്യാശ ഉള്ളവരുമുണ്ട്. ആമേൻ എല്ലാവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 39ാമത്തെ പകൽ കർത്താവെ ഈ ലൈവിലൂടെ ആമേൻ അതെ കർത്താവിനെ ഉയർത്തുവാൻ, ശുശ്രൂഷിപ്പാൻ, ആമേൻ അത് ലഭിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷ ആമേൻ ഷാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില നാളുകളായി താൻ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന ദൈവമേ, ആമേൻ ദൈവഹിത പ്രകാരം ഒരു ജോലിക്ക് വേണ്ടി പ്രിയ മകൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ. തന്റെ മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം മാറണം. ഈ ദിവസങ്ങളിൽ തനിക്ക് അനുകൂലമായി തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പോലെ ദൈവനാമത്തിനൊത്തവണ്ണം, ദൈവഹിതത്തിനൊത്തവണ്ണം ഒരു ജോലി പ്രിയ മകന് നൽകി അങ്ങ് മാനിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ആ മകനെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അതുപോലെ കൊറോണ നിമിത്തം അതെ പ്രിയപ്പെട്ടവർ വേർപെട്ടത് നിമിത്തം ദുഃഖിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനത്താൽ ആശ്വസിപ്പിക്കണമേ. ദുഃഖത്താൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ വചനത്താൽ ശക്തീകരിക്കണമേ. പ്രിയ സുനിൽ പത്തനാപുരം ആമേൻ സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം സഫലീകരിച്ചു കൊടുക്കട്ടെ. ആമേൻ താൻ ഏത് മേഖലയിലായിരുന്നാലും, ആമേൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരം തനിക്ക് അനുകൂലമായി ചലിക്കട്ടെ. താനുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിൽ കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം ആമേൻ തന്നോട് കൂടെയിരുന്ന് ചലിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. യോശുവയുടെ കൂടെയിരുന്നത് പോലെ, മോശയോട് കൂടെയിരുന്നത് പോലെ തന്റെ ദാസനോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. പ്രിയ ആമേൻ ശാന്തമ്മ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കാം. തന്റെ ദാസിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താനായിരിക്കുന്ന സമസ്ത മേഖലകളിൽ കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം കൂടെ ഇരിക്കട്ടെ. ദുഷ്ടം തൊടാതെ, ദുഷ്ടി വെക്കാതെ, തകർത്ത് കളയാതെ അവിടുത്തെ വിസ്താരമാകുന്ന ചിറകിന്റെ കീഴിൽ കോഴിതൻ കുഞ്ഞിനെ ആമേൻ മറയ്ക്കുന്നത് പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ വഹിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. പ്രിയ അലക്സ് ആമേൻ ഷാലോം ആമേൻ അതെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ തന്റെ ദാസ
ദാസനെ കർത്താവ് അത്ഭുതകരമായി ആമേൻ അത് തീ ദഹിപ്പിക്കാതെ കണ്ട് ആമേൻ വെള്ളം ആമേൻ കവിയാതെ കണ്ട് താൻ ആയിരിക്കുന്നിടത്ത് തന്റെ മുമ്പിൽ ഉയർന്നു പോകുന്ന സകല പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ഉയരത്തിലെ കൃപ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന്മേൽ പകരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ആമേൻ, പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദുഷ്ടൻ തൊടുവാൻ, ദൃഷ്ടി വെക്കുവാൻ, തകർത്ത് കളവാൻ അവിടുന്ന് അനുവദിക്കരുത്. ഈ ദിവസങ്ങളിൽ ആമേൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം മറുപടി നൽകി മാനിച്ചാട്ട് ആമേൻ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ ആത്മാവിനാൽ അവിടെ നിറയ്ക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പെരുമുമ്പിലായിരിക്കുന്ന വാത്സല്യ സഹോദരിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസി കർത്താവേ, ദിവസങ്ങളിൽ ആമേൻ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് മറുപടി കൊടുക്കണമേ. തന്റെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങ് സഫലീകരിക്കണമേ. തലമുറയെ കുറിച്ച്, തന്റെ തലമുറയുടെ ഭാവിയെ കുറിച്ച് ആമേൻ, തന്റെ ആമേൻ ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ ആമേൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ജെയിംസ് ഷാരോനായി പ്രാർത്ഥിക്കാം. ആമേൻ, തന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ തലമുറയിൽ ശക്തമായി ആമേൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ വലിയ ഒരു അഭിഷേകം തന്റെ മേൽ, തന്റെ തലമുറയുടെ മേൽ, തന്റെ കുടുംബത്തിന്മേൽ, താനുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിൽ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. തന്റെ ജീവിതത്തിന് മുമ്പിൽ ശത്രു കൊണ്ടുവരുന്ന എല്ലാ പോരുകളിൽ അതിജീവിക്കുവാനുള്ള ഉയരത്തിൽ അഭിഷേകം തന്റെ മേൽ ഇന്ന് പകൽ വീഴുവാൻ ഇടയാകട്ടെ. അവിടുന്ന് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച അങ്ങ് ദാസനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ബാലു ആമേൻ ചോമനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്റെ ദാസനെ ആമേൻ എവിടെയായിരുന്നാലും ആമേൻ ആയിരിക്കുന്നിടത്ത് ആമേൻ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് സൂക്ഷിച്ചാട്ട്, പരിപാലിച്ചാട്ട്, കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്താട്ട് ദുഷ്ടൻ തൊടുവാൻ അവിടുന്ന് അനുവദിക്കരുത്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അതെ, സെരുബാബേലിന്റെ മുമ്പിലുള്ള ആ പർവ്വതം ആമേൻ നീങ്ങിപ്പോകുവാൻ, കൃപ എന്ന് ആർത്തുകൊണ്ട് ആമേൻ മുൻപോട്ട് പോകുവാൻ ഭക്തനെ ശക്തീകരിച്ച ദൈവത്തിന്റെ കരം തന്റെ ദാസൻ അനുകൂലമായി ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഉയരത്തിൽ അഭിഷേകത്താൽ ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ആമേൻ തന്റെ മക്കൾക്ക് അനുകൂലമായി ചലിക്കട്ടെ. കർത്താവേ, ഇന്ന് പകൽ ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണല്ലോ. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് പകൽ ഹല്ലേലൂയ. കർത്താവേ, അനിൽകുമാറിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ ദാസൻ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ അത്ഭുത കരം തനിക്ക് അനുകൂലമായി ചലിക്കട്ടെ. നിന്ദിക്കുന്നവരുടെ മുമ്പാകെ മാനിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം അങ്ങയുടെ ദാസന്റെ മേൽ ആമേൻ ചലിക്കുവാൻ ഇടയാകണം. ആമേൻ. അതേ, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരായിട്ടല്ല, പ്രതികൂലങ്ങളുടെ നടുവിലും പതറാതെ നിൽക്കുവാൻ ഉയരത്തിൽ അഭിഷേകം തന്റെ ദാസന്മേൽ അങ്ങ് പകരണമേ. ഈ ദിവസങ്ങളിൽ ആമേൻ താൻ ദൈവ സന്നിധിയിൽ ഇരുന്ന് കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ചലിക്കുന്നത് കാണുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് അരുളി ചെയ്ത സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ ദാസന് അനിൽകുമാറിനെയും കുടുംബത്തെയും ആമേൻ തന്റെ തലമുറകളിൽ താനുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അനുഗ്രഹത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം ജീവിക്കുന്നുവെന്ന് തന്റെ ജീവിതത്തിലൂടെ അനേകരെ ദർശിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ചെങ്കടൽ കടന്ന മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തതുപോലെ തന്റെ മുമ്പിലുള്ള തടസ്സങ്ങള് ഇന്ന് പകൽ സ്വർഗം വെട്ടിമാറ്റുന്ന പകലാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നമ്മുടെ ദാസനെ അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, പിന്നെയും സമ്പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദുഷ്ടൻ തൊടുവാൻ അവിടുന്ന് അനുവദിക്കരുത്. ആമേൻ. ആമേൻ. ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാസൻ കർത്താവേ, ആമേൻ, അവരായിരിക്കുന്നിടത്ത് അങ്ങ് സൂക്ഷിച്ചാട്ട് ഈ ദിവസങ്ങളിൽ എന്റെ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിന്ദിക്കപ്പെട്ട ആമേൻ സാഹചര്യത്തിലും ദൈവാലയത്തോട് ആമേൻ അതെ വിട്ടുപിരിയാതെ ഇരുന്നത് കൊണ്ട് അത് നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ പ്രാർത്ഥനയുടെ നടുവിൽ ആമേൻ വെളിപ്പെട്ടതുപോലെ അത് ദാരേവേശ് രാജാവിന്റെ കാലത്തും കോരസ് രാജാവിന്റെ കാലത്തും അത് ദാനിയേൽ ശുഭപ്പെട്ടിരുന്നത് പോലെ ആമേൻ അങ്ങയുടെ ദാസൻ ശുഭപ്പെട്ടിരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, സാമ്പത്തികമായി എല്ലാ മേഖലകളിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ കർത്താവേ. അത് യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടന്നപ്പോ, തീ വെച്ച് ചുട്ടു കിടന്നപ്പോ ആമേൻ ആത്മഭാരത്തോടെ നെഹെമ്യാവും ആമേൻ മുട്ടുമടക്കി ദൈവത്തിന്റെ ആ നിയോഗപ്രകാരം ആമേൻ അത് പണിയുവാൻ തക്കവണ്ണം അത് മുന്നിട്ടിറങ്ങിയതുപോലെ ഒരു ആത്മഭാരമുള്ളവനായി അങ്ങയുടെ മകൻ ആമേൻ അത് ഈ കാലഘട്ടങ്ങളിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആമേൻ ജീവിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം അങ്ങയുടെ ദാസന്മേൽ ഇന്ന് പകൽ വീഴട്ടെ കർത്താവേ. ഈ ദിവസങ്ങൾ താൻ പ്രാർത്ഥിക്കുന്ന, താൻ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ സ്വർഗമിടയാക്കിയാണ്. ഹല്ലേലൂയ. സജു ആമേൻ ബ്രദറിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ സജു ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസനായിരിക്കുന്നിടത്ത് ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി അതേ നടക്കട്ടെ കർത്താവേ. പുഴുവായി യാക്കോവേ, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതുമായ മോദി വണ്ടിയാക്കി തീർക്കുമെന്ന് അരുളി ചെയ്ത സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഒരു പുതിയ അഭിഷേകത്താൽ ഒരു പുത്തൻ അനുഭവത്തെ ആമേൻ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് പകൽ ഉയരത്തിൽ അഭിഷേകത്താൽ അങ്ങയുടെ ദാസനെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ബൗണ്ടറി പൊട്ടിമാറട്ടെ, അതിരുകൾ ആമേൻ വിശാലമാകട്ടെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ ഞെരുക്കത്തിലിരുന്ന് നിലവിളിച്ച ഭക്തന്റെ നിലവിളി കേട്ട വിശാലത വരുത്തിയെന്ന് അതേ തിരുവചനത്തിൽ അന്ന് ഞങ്ങളെ അത് പഠിപ്പിക്കും പോലെ, ഞങ്ങൾ വായിക്കും പോലെ, ഗ്രഹിക്കും പോലെ ആമേൻ ഞങ്ങളുടെ ദാസന്റെ മുമ്പിലുള്ള ആമേൻ ബൗണ്ടറി പൊട്ടി ഒരു വിശാലത എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ കർത്താവേ. തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആമേൻ സമസ്ത മേഖലകളിൽ ആമേൻ തന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഒരു വലിയ ദൈവ പ്രവർത്തിക്കാൻ ഈ ദിവസങ്ങൾ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ലഭിക്കപ്പെടുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിന്നെ ഈ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവേ, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവർ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ആരും ക്ഷീണിതരായി, ആരും ദുഃഖിതരായി, ആരും നിരാശരായിരിക്കാനിടയാകാതെ എല്ലാവരും ആമേൻ സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം എല്ലാവർക്കും അനുകൂലമായി ചലിക്കട്ടെ കർത്താവേ. ആമേൻ. അത് ദുഷ്ടമായ പിശാച് ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആമേൻ അത് പൈശാചിക പ്രവൃത്തികൾ അഴിച്ചുവിട്ട് തകർക്കാൻ നോക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ അഭിഷേകത്താൽ ജനം നിറയപ്പെടട്ടെ കർത്താവെ. തങ്കരാജ് ആമേൻ ടീജെ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എവിടെയായിരുന്നാലും കർത്താവ് ഞങ്ങൾ അറിയുന്നില്ല, എന്നാൽ ആ കുടുംബം ആയിരിക്കുന്നിടത്ത് ഒരു അന്ത്യകാല ആമേൻ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യണമേ കർത്താവെ. ആൾ മാറിയവനെ പോലെ ഈ തലമുറയിൽ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അത് സമർപ്പിക്കപ്പെടുമ്പോ ആമേൻ ഉയരത്തിൽ അഭിഷേകത്താൽ ഇവർ സാമാന്യ ജനമെന്ന് പറഞ്ഞ് ആമേൻ ഇവരെ പഠിപ്പില്ലാത്തവരെന്ന് പറഞ്ഞ് ആമേൻ പത്രോസിനെയും കൂട്ടരെയും അവഗണിച്ചവരുടെ മുമ്പിൽ ആമേൻ മാനിച്ച് ഉയർത്തിയ ദൈവത്തിന്റെ ഉയരത്തിൽ അഭിഷേകം ആമേൻ മുഴങ്ങാൻ മടക്കിയ ആ മാളിക മുറിക്കകത്ത് പകർന്നതുപോലെ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ദാസന്മാർ മുഴങ്ങാൻ മടക്കുന്നെടുത്ത് ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ചയെ ആമേൻ അങ്ങ് വെളിപ്പെടുത്തി ആൾ മാറിയവരെ പോലെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രനായ യേശുവിന്റെ നാമത്തിൽ കൈമാറുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമായി, രോഗികളായിരിക്കുന്നവർക്ക് അത് സൗഖ്യമായി ഉതകുന്ന ജീവന്റെ വചനം അതിശക്തിയോടെ പ്രഘോഷിക്കുവാൻ മഹിമകളുടെ സാക്ഷിയായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കട്ടെ കർത്താവേ. ആമേൻ. തന്റെ കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി, മാനസികമായി, ഭൗതികമായി എല്ലാ മണ്ഡലങ്ങളിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പകൽ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ 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 വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഓ മഹത്വങ്ങളിൽ ആമേൻ അതെ വസിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഓ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് ആമേൻ അതെ അങ്ങയുടെ നാമം ഉയരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഹല്ലേലൂയ അവിടുത്തെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാകയാൽ അതേ ശൂന്യമായ പടകുമായി അതേ കഴിഞ്ഞ പത്രോസിന്റെ പടകിനെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് പകൽ ആമേൻ അതേ നിരാശയോടെ ആമേൻ ശൂന്യമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ പടക് അങ്ങയുടെ മക്കളുടെ ആമേൻ അതേ അതേ ആ ജീവിതത്തിന് ആമേൻ നിറഞ്ഞു വരുന്ന ഒരു അനുഭവം വെളിപ്പെട്ടു വരുവാൻ ഇന്ന് പകൽ യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പിന്നെ ലഭിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്താൽ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആമേൻ ലോകരാജ്യങ്ങളിൽ കൊറോണ നിമിത്തം ഭാരപ്പെടുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് പകൽ ഹല്ലേലൂയ ചില പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത് കരം ചലിക്കുന്നത് കാണുവാൻ അനുഭവിക്കുവാൻ ആമേൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ആരും നിരാശരായി തീരുവാൻ ഇടയാകരുത്, ആരും ആദ്യ കണ്ണുനീരിൽ ദുഃഖത്തിലുമായിരിക്കാൻ ഇടയാകരുത്. എല്ലാവരും സമാധാനമുള്ളവരായി സന്തോഷമുള്ളവരായി ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുന്നവരായി ജീവിപ്പാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ചിലരുടെ ശുശ്രൂഷകൾക്ക് വിശാലതയുണ്ടാകട്ടെ, ജോലി മേഖലയിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. അതെ മോർദെഖായിക്കെതിരെ ഹാമാൻ അതെ കഴുമരം ഒരുക്കി തകർച്ച കാണുവാൻ നോക്കിയിരുന്ന ഹാമാന്റെ മുമ്പിൽ ആമേൻ മോർദെഖായി മാനിക്കപ്പെട്ടതുപോലെ ഇന്ന് പകൽ ചിലർ മാനിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അബ്രഹാമിനെ പോലെ ആമേൻ വിശ്വാസത്താൽ ചുവടുവെച്ച് മുമ്പോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരുടെ ആമേൻ കാതുകളിൽ കേട്ട വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ നിറവേറുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ അങ്ങയുടെ നാമം ചൊല്ലി ആമേൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രാർത്ഥനാ വിഷയങ്ങൾ ആമേൻ ലഭിക്കുന്നതനുസരിച്ച് ആമേൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്പസമയ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 49 അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് കർത്താവിൽ ആമേൻ ശരണപ്പെടുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 39ാമത്തെ ദിവസം, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തുടർമാനമായി ആമേൻ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ. പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഉപവസിപ്പാൻ കർത്താവ് കൃപ ചെയ്തു ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ഈ ഉച്ചയോട് അടുത്ത സമയത്ത് ആമേൻ കർത്താവിന്റെ ആമേൻ വചനത്തിൽ നിന്ന് അല്പസമയം ആമേൻ ശുശ്രൂഷിക്കുവാനായി കർത്താവ് നൽകിയ നിയോഗപ്രകാരം ആമേൻ ഞാൻ ആയിരിക്കുന്നു. ആമേൻ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനം ആമേൻ അത് കേൾക്കുവാനുള്ള നാളുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഞാൻ വരുത്തുമെന്ന് ആമോസിന്റെ അതേ പ്രവചനം ആമേൻ 8-ാം അധ്യായം ആമേൻ 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽ ആമേൻ ദൈവവചനം കേൾക്കുവാൻ താല്പര്യമുള്ളവർ, ദൈവവചനം ഭക്ഷിക്കുവാൻ ആഗ്രഹമുള്ളവർ ദയവായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും നിങ്ങൾ ആത്മാവിൻ ശക്തിയോടെ ദേശത്ത് ദൈവനാമ മഹത്വത്തിന് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് പകൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസിയിലൂടെ ഇങ്ങനെയാണല്ലോ കേട്ടത്, എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട് ആമേൻ ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു.
തകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. ഹല്ലേലൂയ. ഇന്ന് പകൽ തകർന്നിരിക്കുന്നവരുടെ മുറിവുകൾ കെട്ടുവാൻ, ആമേൻ, തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ശക്തനായവന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷക്തന്മാർ എവിടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ടോ, എവിടെ ദൈവത്തിന്റെ വചനം ആമേൻ പ്രസംഗിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആമേൻ ഹൃദയം തകർന്നിരിക്കുന്ന ആരെങ്കിലും, ആമേൻ മുറിവേറ്റിരിക്കുന്ന ആരെങ്കിലും, ആമേൻ ദുഃഖിച്ചിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഒരു വിടുതലിനു വേണ്ടി ആമേൻ തടയപ്പെട്ട്, ആമേൻ അതേ നന്മകളെ തടഞ്ഞ്, അതേ വർഷങ്ങളായി ലഭിക്കേണ്ട നന്മയെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആമേൻ ആ മേഖലകളെ പൊട്ടി ആ നന്മ അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, ആമേൻ അതൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് പകൽ കേൾക്കുന്ന വചനം ആമേൻ നിങ്ങളെ ശക്തിയുള്ളതാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവൻ കരമടിച്ച് കർത്താവിനെ മറുപടി കൊടുത്താണ്. വായിച്ചാട്ട്. ഹല്ലേലൂയ. യശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 5-6 വാക്യം. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും, ഇസ്രായേലിനെ തനിക്കു വേണ്ടി ശേഖരിപ്പാനും, എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവുമാകുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരം കൊടുത്ത് പറ, ഞാൻ യഹോവയ്ക്ക് മാന്യനാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം ആമേൻ എന്റെ ബലമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ അതെ നിന്നെ നോക്കി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്, ആമേൻ നീ ശരിയല്ലെന്ന് പറഞ്ഞ്, ആമേൻ അതെ യാക്കോബിനോട് പലരും പറഞ്ഞു, ഹല്ലേലൂയ, അവൻ ഉപായിയാണ്. ഹല്ലേലൂയ. അവൻ ശരിയല്ല. ആമേൻ അവൻ ജ്യേഷ്ഠനെ കബളിപ്പിച്ചവനാണെന്നൊക്കെ ആമേൻ അതെ യാക്കോബിനെ കുറിച്ച് പലരും പറയുന്നു. എന്നാൽ യാക്കോബ് പറയുകയാണ്, ആമേൻ ഞാൻ യഹോവയ്ക്ക് മാന്യനാ. ഇന്ന് പകൽ ചങ്കത്ത് കൈവച്ച് പറ, ഞാൻ എന്റെ ദൈവത്തിന് മാന്യനാ. ആമേൻ. ഒരു പക്ഷേ നിന്നെ നോക്കി ദേശക്കാർ പറഞ്ഞേക്കാം, കൂട്ടുകാർ പറഞ്ഞേക്കാം, ചുറ്റുപാടുമുള്ളവര് പറഞ്ഞേക്കാം, നീ കൊള്ളത്തില്ലെന്ന്. ഹല്ലേലൂയ. നീ നല്ലവനല്ലെന്ന്. എന്നാൽ നല്ലത് നല്ലത് എന്ന് വാക്കിനാൽ ഉളവാക്കിയ സിട്ടാവാം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് 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 എന്ന് കണ്ടു. ആമേൻ. എന്നാൽ മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടെന്ന്. ആമേൻ. ഒരേ ഒരു കാര്യമേ ദൈവം നല്ലത് അല്ല എന്ന് കണ്ടത്. ആമേൻ. മനുഷ്യനേകനായിരിക്കുന്നതല്ല നല്ലതല്ല കേട്ടോ. ആമേൻ. നീ ഒറ്റയ്ക്കായിരുന്നാൽ പിശാച് നിന്നെ തകർക്കും. അതുകൊണ്ട് നീ ഒറ്റയ്ക്കായിരിക്കാതെ തക്ക തുണയെ തന്ന് ആമേൻ നിന്നെ അത് ജയത്തോടെ നടത്തുവാൻ ശക്തനായവൻ ഇന്ന് പകൽ ഹല്ലേലൂയ. ഒറ്റയ്ക്കായിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദുഷ്ട പിശാച് നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഉള്ളത് കൊണ്ട്, നിന്നെ തകർത്ത് കളയുന്നത് കൊണ്ട് നീ ഒറ്റയ്ക്കായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം കൂട്ടായ്മ ആചരിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് പോലെ നീയും നിന്റെ കുടുംബവും തലമുറയുമായി ഒന്നിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ അതേ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ഉയരത്തിലെ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ ഈ കാലഘട്ടങ്ങളിൽ അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അനേക ഭാര്യ ഭർത്താക്കന്മാരുടെ അതേ ജീവിതങ്ങൾ ഉടഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അവരുടെ തലമുറകൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തകർന്നു പോകാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതമായി ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ഹല്ലേലൂയ ഉയരത്തിലെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ പോലെയുള്ള അതേ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടിരിക്കാതെ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ ഒരു ദൈവ പൈതലിന് ആമേൻ ഇടയാകും. അതുകൊണ്ട് ആമേൻ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർ അതേ പ്രതികൂലങ്ങളെ കണ്ട് ഭാരപ്പെട്ടിരിക്കാതെ നിരാശപ്പെട്ടിരിക്കാതെ മുഴങ്ങാൽ മടങ്ങി ദൈവസന്നിധി ആരാധിക്കുവാൻ തയ്യാറായ യെരിഹോവിന്റെ ചുറ്റും ശത്രു ഉയർത്തിയ മതിലുകൾ അമർന്നു പോയതുപോലെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന നന്മയെ അനുഭവിക്കുവാൻ കഴിയാതെ അതേ സഹോദരി അവന്റെ കുടുംബത്തിൽ കണ്ണുനീരും ദുഃഖവും അതേ തളം കെട്ടി നിൽക്കത്തക്ക വിധത്തിൽ ദുഷ്ട പിശാച് നാളുകളായി നിന്നെ ജയിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിനകത്ത് നിന്ന് നിനക്ക് മുൻപോട്ട് പോകുക ഉയരത്തിലെ അഭിഷേകം ആവശ്യമാണ്. ആ പ്രാർത്ഥനാ റൂമിനകത്ത് അരുമനാഥന്റെ ശിഷ്യന്മാർ മുഴങ്കാൽ മടക്കിയപ്പോ ആ വാഗ്ദത്തം ചെയ്തവൻ ആ ഉയരത്തിലെ ശക്തിയെ അവരുടെ മേൽ പകർന്ന്
ജയാളിയായി ജീവിക്കുവാൻ തക്കവണ്ണം ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിച്ചതുപോലെ ഇന്ന് പകൽ വചനം കേട്ട് വിശ്വസിക്കുന്ന നിന്റെ കൂടെ ആമേൻ ആ ദൈവ സാന്നിധ്യം ആമേൻ അതെ ആമേൻ ഇരുന്ന് ആമേൻ അതെ നീ പോകുന്നിടത്തൊക്കെയും അതെ നിന്നോട് കൂടെ ഇരുന്ന് നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ ആമേൻ ജോലി മേഖലയിലാകട്ടെ കുടുംബത്തിലാകട്ടെ ആമേൻ എവിടെയായിരുന്നാലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലോ അതെ നിൽക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ശക്തി നിന്നെ ബലമുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. അതെ യാക്കോബ് ഭയന്നോടി ആമേൻ തന്റെ ഭവനത്തിൽ നിന്ന് ആമേൻ ജ്യേഷ്ഠനെ ഭയന്ന് ഹല്ലേലൂയ ആമേൻ ഭയന്നോടി ആ ഓട്ടത്തിൽ അവൻ ആമേൻ ക്ഷീണം ആമേൻ തലങ്ങണ ഒരു കല്ലെടുത്ത് വെച്ച് ആമേൻ അവൻ മയങ്ങുമ്പോൾ ഒരു ദർശനം അവൻ കാണുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം എത്തുന്ന ഒരു ഗോവേണി. ഹല്ലേലൂയ. ആ ഗോവേണിയിലൂടെ ദൈവത്തിന്റെ ദൂതന്മാര് കയറി ഇറങ്ങുകയും ചെയ്യുകയാണ്. ആമേൻ ഇന്ന് പകൽ ഹല്ലേലൂയ നീ ക്ഷീണിച്ചിരിക്കുന്ന വേളയിൽ, നീ തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ, നീ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നിന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആ ദൂതൻ പലപ്പോഴും ആമേൻ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ഭക്തന്മാര് ക്ഷീണിച്ചിരുന്നപ്പോൾ അവരെ ശക്തീകരിപ്പാൻ തക്കവണ്ണം ഇറങ്ങി വന്നതായി ആമേൻ അവരെ ബലപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭക്തരായ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിന്റെ കീഴിൽ ഇരുന്ന് ആമേൻ മതി കർത്താവേ എന്റെ പ്രാണനെ അങ്ങ് എടുത്തോ എന്ന് ആമേൻ നിലവിളിച്ച ആമേൻ അതേ സമയമുണ്ട്. ഇന്ന് പകൽ ഒരു പക്ഷേ സഹോദരി സഹോദര മാതാവേ കുഞ്ഞെ ഈ കൊറോണ-19 നിമിത്തം ഈ മഹാമാരി നിമിത്തം ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടാതെ മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടി അടയപ്പെട്ടു എന്ന് തോന്നത്തക്ക വിധത്തിൽ സമസ്ത മേഖലകളിൽ പ്രതികൂലങ്ങൾ ഓരോന്നായി കടന്നു വന്നപ്പോ അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതായിരുന്ന നിന്നെ നീ കഴിച്ച ആഹാരത്തിന്റെ ബലമല്ല, നീ പഠിച്ച അത് ഡിഗ്രിയുടെ വലിപ്പമല്ല, നിന്റെ ആമേൻ കൂടപ്പുറപ്പിന്റെ അത് ബലമല്ല, അതെ നീ മുഴങ്കാൽ മടക്കിയപ്പോ ഉയരത്തിൽ നിന്ന് നിന്റെ മേൽ വന്ന ആ ഉയരത്തിൽ അഭിഷേകമാണ് ഇന്ന് പകലിലും തളർന്നു പോകാതെ തകർക്കുന്നവന്റെ കയ്യിൽ അതെ പെടാതെ നിന്നെ നിർത്തിയിരിക്കുന്നത്. അത് അനുഭവിക്കുന്നവർ കരമടിച്ച് ഇന്ന് പകൽ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ വചനം പറയുന്നു, ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും. ആമേൻ ആമേൻ. അതെ കം ബാക്ക്. ആമേൻ. നീ ഇങ്ങനെ പോയാൽ തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഭയം, നിരാശ പിശാച് ആണ് സൃഷ്ടിക്കുന്നത്. ഒരുത്തനെ ഭയപ്പെടുത്തുന്നത് പിശാചാണ്, ഒരുത്തനെ നിരാശപ്പെടുന്നത് പിശാചാണ്. എന്നാൽ നിരാശപ്പെട്ടു പോകേണ്ടവനല്ല, ഭയപ്പെട്ട് ഓടേണ്ടവനല്ല. ആമേൻ. ഭയത്തെ പുറത്താക്കുന്നവൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? താങ്ങും. ഹല്ലേലൂയ. ആമേൻ. താങ്ങും കരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ കൂട്ടുകാർ താങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും, ഒരുപക്ഷെ ആമേൻ ഉറ്റവർ താങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഈ കഷ്ടതയില്, ഈ വേദനയില്, ഈ പ്രതിസന്ധിയില് പരിചയമുള്ളവർ സഹായിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ ചിന്തകളെല്ലാം അസ്തമിച്ചപ്പോഴും നിന്നെ താങ്ങിയ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിന്റെ കൂടെ ഇരുന്ന ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചവർ ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ ഈ ലൈവിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ കലമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. അതെ യാക്കോബേ, നീ ഭയന്നോടേണ്ടവനല്ല, നീ നിരാശപ്പെട്ടു പോകേണ്ടവനല്ല, നീ നിരാശപ്പെട്ട് കിടക്കേണ്ടവനല്ല. ആമേൻ. അതെ നീ എനിക്ക് മാന്യനായി. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ബലമായി. ഹല്ലേലൂയ. നിന്നിലൂടെ ആമേൻ അതെ ഇസ്രായേൽ എന്ന ആമേൻ ഒരു കൂട്ടർ പുറത്തേക്ക് വരുവാൻ ഞാൻ നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഞാൻ വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, നീ ജനിക്കുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ നീ ആരാകുമെന്ന് ആമേൻ തീരുമാനിച്ച് നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചവനാ സൃഷ്ടാവാം ദൈവം. അതുകൊണ്ടാണ് ചിലര് എവിടെ പോയി എന്ത് ചെയ്യാൻ നോക്കിയാലും ശരിയാവത്തില്ല. ആമേൻ. അതെന്താ കാരണം എന്നറിയാമോ? ആമേൻ, നിന്നെ അതിനു വേണ്ടിയല്ല ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്. ആമേൻ. ഈ ഭൂമിയിലേക്ക് നിന്നെ അയച്ചത് ആമേൻ അതെ ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പലപ്പോഴും ഈ പദ്ധതി തിരിച്ചു
തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പലരും പലതും ചെയ്തിട്ട് സക്സസ് ആകാത്തത്, അത് വിജയിക്കാത്തത്. ഹല്ലേലൂയ. ആമേൻ. വിജയിക്കണമെങ്കിൽ ആമേൻ നിന്നെ കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നീ ചെയ്യാൻ തയ്യാറാകണം. അത് നീ തിരിച്ചറിയാൻ തയ്യാറാകുമ്പോഴാണ് നീ ചെയ്യുന്നത് ആമേൻ വിജയമായി, അത് സന്തോഷമായി, അത് അനുഗ്രഹമായി, അത് നന്മയായി തീരുന്നത്. പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ആമേൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവര് എന്ത് ചെയ്യുന്നുവോ അതിനെ അനുകരണം ചെയ്യുന്ന ആമേൻ ഒരു പ്രവണതയാണ് നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ സത്യവേദ പുസ്തകം വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് യാക്കോബിനെ കുറിച്ച്. ആമേൻ. എപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും, നാം എവിടെ പോയാലും, ഏത് ലോകത്തിന്റെ അറ്റത്ത് പോയാലും, ഏത് രാജ്യത്ത് പോയാലും ചിലരെ തമ്പുരാൻ ആമേൻ മടക്കി കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ പ്ലാനിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. ആമേൻ. സ്വന്തം ആമേൻ താല്പര്യത്തിലും സ്വന്തം ആമേൻ വ്യക്തി ആമേൻ താല്പര്യങ്ങൾക്കും പോയവരെല്ലാം തിരികെ വരാൻ കഴിയാതെ തകർന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. പലരും തുടങ്ങിയ സംരംഭങ്ങളിലൂടെ അവർ കടക്കടിയിൽ അകപ്പെട്ട് നിവരുവാൻ കഴിയാതെ ആമേൻ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ ആമേൻ ചിലര് തുടങ്ങി അത് ആഗ്രഹമായി, അത് അനേകർക്ക് നന്മയായി തീർന്നിട്ടുണ്ട്. എന്താ അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് ചോദിച്ചാൽ അവരെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ അതായിരുന്നു, ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ആമേൻ, ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് ചുവട് വെക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അതെ, യാക്കോബിനെ കുറിച്ച് പലരും പറയുന്നു അവൻ ഉപായിയാണ്. ഇന്ന് പകൽ നിന്നെ കുറിച്ച് പലരും പറയുന്നുണ്ട് അവൻ ചതിയനാണ്, അവൻ ഉപായിയാണ്, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ ശരിയല്ല എന്ന്. എന്നാൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കിയ സ്വർഗത്തിലെ ദൈവം പറയുന്നു നീ എനിക്ക് മാന്യനാണ്. ഹല്ലേലൂയ. കാരണം ആമേൻ യഹോവയ്ക്ക് മാന്യനായി നീ ജീവിക്കുവാൻ തയ്യാറായാൽ നീ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ആമേൻ ലോകത്തിലുള്ളവരൊക്കെ ഒരു പരിധി വരെ ഒരുപക്ഷെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടിടും. ആമേൻ കയ്യിലുള്ള പണം കൊണ്ട് അതെ സംരക്ഷിക്കാൻ നോക്കും. പക്ഷേ അവർക്കൊക്കെ പണം കൊടുക്കാനും നോക്കി നിൽക്കുവാനും സാധിക്കത്തുള്ളൂ. എന്നാൽ അവരുടെ പണം വാങ്ങി ആമേൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവർ പഠിച്ചത് കൊണ്ട് ചെയ്യാനേ കഴിയത്തുള്ളൂ. എന്നാൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കിയ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല കേട്ടോ. ആമേൻ നിന്റെ ശരീരത്തിന്റെ എല്ലാ പാർട്സുകളെയും ആമേൻ അതെ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സ്വർഗത്തിലെ ദൈവം ആമേൻ സൃഷ്ടിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ് ആ സൃഷ്ടാവാൻ ദൈവത്തെ ഭയപ്പെട്ട് ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ പോലുള്ള ഈശാന മൂലമാകുന്ന കാറ്റുകൾ പോലെയുള്ള കൊടുങ്കാറ്റുകൾ പോലെയുള്ള ആമേൻ പേമാരികൾ പോലെയുള്ള പ്രതിസന്ധികൾ പ്രതീക്ഷിക്കാതെ നിന്റെ ജീവിതത്തിന് നേരെ, നിന്റെ ബിസിനസിന് നേരെ, നിന്റെ വിദ്യാഭ്യാസത്തിന് നേരെ, നിന്റെ ഭാവിക്ക് നേരെ, നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ദൈവത്തിന്റെ കൃപ, ഉയരത്തിന്റെ അഭിഷേകം ലോകപ്രകാരം ജീവിക്കുന്നവർക്കല്ല, ദുഷ്ടന്മാരുടെ കൂടെ നടക്കുന്നവർക്കല്ല, സ്വാമികളുടെ കൂടെ നടക്കുന്നവർക്കല്ല, പരിഹാസികളുടെ കൂടെ നടക്കുന്നവർക്കല്ല, പിന്നെയോ അതെ ദുഷ്ടന്മാരുടെ കൂടെ കൂടാതെ, പാപികളുടെ കൂടെ കൂടാതെ, പരിഹാസികളുടെ കൂടെ കൂടാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിച്ച് ആമേൻ ദൈവസന്നിധി അതെ വിശ്വസ്തരായി അതെ ജീവിക്കുന്നവർക്കാണ് അത് അനുഭവിക്കുവാൻ കഴിയുന്നത്. ഇന്ന് പകൽ ഹല്ലേലൂയ പാപികളായി ജീവിക്കുന്ന ആ മനുഷ്യർ നശിച്ചു പോകരുത് എന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആ ആഗ്രഹം ഈ ഭൂമിയിൽ പ്രകടിപ്പിച്ചതാണ് 2020 വർഷങ്ങൾക്കപ്പുറം ആമേൻ പാലസ്തീനായി, ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ആമേൻ അവർക്കും അവകാശപ്പെടുവാൻ കഴിയാതെ ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആമേൻ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അന്യപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക്, സൃഷ്ടാവാം ദൈവത്തിലേക്ക് ഒരു മനുഷ്യന് ആമേൻ തിരിയുവാൻ, മനുഷ്യന് അടുക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശം
ഹല്ലേലൂയ. ഇന്ന് പകൽ സത്യവേദ പുസ്തകത്തെ ആധാരമാക്കി വിളിച്ചു പറയുമ്പോൾ ഇത് കേൾക്കുന്ന എത്ര പേർ ആമേൻ ആമേൻ പിതാവായ ദൈവം ഒരുക്കിയ ആ രക്ഷയുടെ പദ്ധതിയിലൂടെ ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ആമേൻ സമർപ്പിക്കപ്പെടും, തയ്യാറാകും. ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ജീവിക്കുവാൻ ഉതകുന്ന ആമേൻ ഉയരത്തിലെ അഭിഷേകം അവരുടെ മേൽ ദൈവം പകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബിന്റെ ജീവിതത്തിലൂടെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ജനത്തോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ നീ ജനിക്കുന്നതിന് മുമ്പ് ആമേൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ദൈവം ആമേൻ ദൈവത്തിനു വേണ്ടി നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ അതെ യഹോവയ്ക്ക് ഞാൻ ആരാണ്? മാന്യനാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം ആമേൻ എനിക്ക് ബലമാണ്. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ നോക്കുന്ന സകല പ്രതികൂലങ്ങളുടെ മുമ്പിൽ നിന്റെ ഡിഗ്രി കൊണ്ടോ നിന്റെ ആഹാരത്തിന്റെ ബലം കൊണ്ടോ ആമേൻ നിന്റെ നാളിതുവരെയുള്ള സമ്പാദ്യം കൊണ്ടോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ അത് തന്ത്രങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ ആഭിചാരങ്ങൾക്കോ ക്ഷുദ്രപ്രയോഗങ്ങൾക്കോ നിന്നെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ ഉയരത്തിലെ ദൈവത്തിന്റെ ബലത്താൽ നിന്നെ നിർത്തുവാൻ ശക്തനായ ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദ്വീപുകളെ എന്റെ വാക്കു കേൾപ്പീൻ. ഹല്ലേലൂയ. എന്താണ് ദ്വീപിന്റെ പ്രത്യേകത? ഹല്ലേലൂയ. നാല് പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ആമേൻ. നമുക്കറിയാം ആമേൻ ന്യൂനമർദ്ദം ആമേൻ ഇത് നമ്മുടെ ന്യൂസുകളിലെല്ലാം മാധ്യമ പേപ്പറുകളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിഞ്ഞു ന്യൂനമർദ്ദം. ആമേൻ. അതുകൊണ്ട് ആമേൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആമേൻ ഹൈദരാബാദ് ആമേൻ ചില മേഖലകളെല്ലാം ആമേൻ വെള്ളപ്പൊക്കത്താൽ അനേക കുടുംബങ്ങൾ തകർന്നു, അനേക കുഞ്ഞുങ്ങൾ, അനേക വാഹനങ്ങൾ, വിലപിടിപ്പുള്ള പലതും അതെ മണിസൗധങ്ങൾ കെട്ടിപ്പടുത്തുയർത്തി എല്ലാം വെള്ളത്തിൽ ആമേൻ പോകുവാൻ തക്കവണ്ണം ഇടയായി. നമുക്കറിയാം 2 വർഷങ്ങളായി നമ്മുടെ കേരളത്തിലും സമാനമായ ആമേൻ അതെ സാഹചര്യങ്ങൾ ആമേൻ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ട് ആമേൻ ഇത്ര കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടോ ഇത്ര ആധുനിക സൗകര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടോ പ്രകൃതിയിൽ ആമേൻ ഇത്രമാത്രം പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കോ മനുഷ്യന്റെ നേത്രങ്ങൾക്കോ മനുഷ്യന്റെ അറിവിനോ പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയങ്ങൾ അതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കടന്നു വരുമ്പോൾ ആമേൻ മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടണം, ഈശ്വരനെ ഭയപ്പെടണം, ഈശ്വര ചിന്തയുള്ളവരായി ജീവിക്കണമെന്ന പ്രകൃതി നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ കൊറോണ എന്ന മഹാമാരി ആമേൻ ദുരന്തമായി അതെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ അതെ ചതിയന്മാരായി, കൊലപാതകന്മാരായി, സ്വാർത്ഥതയുള്ളവരായി, അതെ ദൈവചിന്തയില്ലാത്തവരായി ഹല്ലേലൂയ അതെ വഷളത്വം അധർമ്മം ആമേൻ അതെ പെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെ പ്രകൃതിയെ ആമേൻ അതെ വികൃതിയാക്കി മാറ്റി ദൈവം ആമേൻ മനുഷ്യനെ എന്ത് ചെയ്യാണ്? ആമേൻ പഠിപ്പിക്കുകയാ. ആമേൻ അതെ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ കണ്ടിട്ടെങ്കിലും ആമേൻ ഈശ്വരനെ മനുഷ്യൻ ഭയപ്പെടുവാൻ തയ്യാറാകട്ടെ. ഇന്ന് പകൽ ഹല്ലേലൂയ അതെ ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പി. എപ്പോ വേണമെങ്കിലും ഈ ദ്വീപ് വെള്ളം എന്ത് ചെയ്യാം? അപഹരിക്കാം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവേ, ഒരു ദ്വീപ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാ. എത്ര മനോഹരമായ ദ്വീപായാലും ആ ദ്വീപിനകത്ത് എത്ര ബുദ്ധിമാന്മാരുണ്ടായാലും എത്ര കഴിവുള്ളവരുണ്ടായാലും എത്ര പണമുള്ളവരുണ്ടായാലും ആമേൻ ആ കടലൊന്ന് ശോഭിച്ചാൽ ആ ചുറ്റുപാടും കിടക്കുന്ന സമുദ്രം ഒന്ന് ഇളകിയാൽ ദ്വീപിന്റെ മനോഹരിത പോകും. ഇന്ന് പകൽ നിനക്ക് എത്ര സൗന്ദര്യമുണ്ടായാലും നിനക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും നിനക്ക് എത്ര കഴിവുണ്ടായാലും നിനക്ക് എത്ര ആൾബലമുണ്ടായാലും നിനക്ക് എത്ര ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടായാലും ആമേൻ ഒരു കൊറോണ നിന്റെ ജീവിതത്തിൽ വന്നാൽ അല്ല ഒരു പ്രകൃതി ദുരന്തം നിന്നെ തളർത്തിയാൽ അതെല്ലാം ഒന്നുമില്ലാതായി പോകും. അതുകൊണ്ട് പണത്തെ
ഉപരി, സൗന്ദര്യത്തെക്കാൾ ഉപരി, പ്രസക്തിയേക്കാൾ ഉപരി, ബന്ധങ്ങളെക്കാൾ ഉപരി അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവവുമായിട്ടുള്ള ബന്ധം നീ ദൃഢമാക്കിയാൽ അതെ നോക്കി നിൽക്കുന്നവർക്ക് കരയുവാനല്ലാതെ നിലവിളിക്കുവാനല്ലാതെ നീ അപമരിക്കുന്ന പ്രശ്നത്തിനകത്ത് നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. ഒരു പക്ഷേ നിന്നോട് കൂടെ നിന്നവർ സാഹചര്യത്തിന്റെ പുറത്ത് നിന്നോട് ബന്ധം വേണ്ട എന്ന് വെച്ച് മാറിപ്പോയേക്കാം. എന്നാൽ ലോകത്തിൽ ആര് പോയാലും വിഷയമല്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം നിന്നെ വിട്ടു പോയാലാണ് അത് നിനക്ക് പ്രശ്നം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാതിരിക്കുവാൻ ആമേൻ താഴ്മയുള്ളവനായി, വിനയമുള്ളവനായി, എളിയവനായി ആമേൻ നിഷ്കളങ്ക ഹൃദയത്തിന് ഉടമയായി ജീവിക്കുവാൻ തയ്യാറാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പി. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ വാക്ക്, പാപികളുടെ വാക്ക്, ചതിയന്മാരുടെ വാക്ക്, കുടിയന്മാരുടെ വാക്ക്, ഹല്ലേലൂയ, അലഞ്ഞു തിരിയുന്നവരുടെ വാക്ക്, ആമേൻ, അനീതി ചെയ്യുന്നവരുടെ വാക്ക്, ആമേൻ, ആമേൻ, കേട്ടവരെല്ലാം ആമേൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പീൻ. ഹല്ലേലൂയ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. ഹല്ലേലൂയ. അതെ, പെറ്റു പെരുകി മക്കളും കൊച്ചുമക്കളും ഒക്കെ ആമേൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടത്തിൽ തകർന്നു വീണുകൊണ്ടിരിക്കുന്നത് കണ്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആമേൻ തലമുറകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളും കൂടപ്പറപ്പുകൾ നഷ്ടപ്പെട്ട സഹോദരങ്ങളും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വെട്ടിപ്പിടിച്ച സൗധങ്ങൾക്കോ ആമേൻ അവര് പണിത് ആമേൻ ഉയർത്തിയ ആമേൻ സംവിധാനങ്ങൾക്കോ അവരുടെ ഡിഗ്രികൾക്കോ അവരുടെ പണത്തിനോ അവരുടെ ആൾബലത്തിനോ അവരുടെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയാതെ നിരാശയിലും കണ്ണുനീരിലും ദുഃഖത്തിലും ദുരിതത്തിലും അനേകര് ആമേൻ ഇരിക്കുമ്പോൾ ആമേൻ ഇന്ന് പകൽ സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന അവനെ ഭയപ്പെടുന്ന ദൈവമക്കൾ ഹല്ലേലൂയ നടുവിലും അതേ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പീൻ. ഹല്ലേലൂയ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. ആമേൻ. എത്ര പേര് തിരിച്ചറിയുന്നു? ഞാൻ പോയി തുടങ്ങിയതെല്ലാം എന്തിനെല്ലാം കൈവച്ചിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? തകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാരംഭത്തിലെല്ലാം നന്നായി തോന്നി, പക്ഷേ ആമേൻ അവസാനത്തേക്ക് വരുമ്പോ അതെല്ലാം എന്ത് ചെയ്തു? തകർന്നു പോയി എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നീ ഓർത്തോണം, അതിനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ എന്തിനാ ദൈവം വിളിച്ചിരിക്കുന്നത്? ആ വിളി തിരിച്ചറിയാൻ നീ സൃഷ്ടാവാം ദൈവത്തെ അറിയണം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. ആ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകാരോട് ചോദിച്ചിട്ടല്ല ചെയ്യേണ്ടത്, നാട്ടുകാരോട് ചോദിച്ചിട്ടല്ല ചെയ്യേണ്ടത്. കൂട്ടുകാരോട് ചോദിച്ചു തുടങ്ങിയാൽ കൂട്ടുകാർ പോകുമ്പോൾ നിരാശ വരും. ഹല്ലേലൂയ. നാട്ടുകാരോട് ചോദിച്ച് ചെയ്താൽ നാട്ടുകാർ മാറുമ്പോൾ നിരാശ വരും. ആമേൻ. എന്നാൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാൻ ദൈവത്തോട് ചോദിച്ചിട്ടാ നീ യെസ് എന്ന് കേട്ട് ചെയ്യുന്നതെങ്കിൽ ആരെല്ലാം മാറിയാലും ഉടയവൻ മാറത്തില്ല. കാരണം അവൻ ഗോഷ്കു പറയുവാൻ മനുഷ്യനല്ല. ഹല്ലേലൂയ. ചിലര് ചോദിക്കാറുണ്ട്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ? ആമേൻ. ദൈവത്തെ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആമേൻ. ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഇന്ന് ഈ ലൈവിൽ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സത്യവേദ പുസ്തകത്തെ ആധാരമാക്കി ആമേൻ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കെ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം
23-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യെരൂശലേമേ യെരൂശലേമേ. എന്താ യെരൂശലേമിന്റെ പ്രത്യേകത? ആമേൻ, ആണ്ടിലൊരിക്കൽ ദൈവവിശ്വാസമുള്ളവർ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമാണ് യെരൂശലേം. അവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദേവാലയമുണ്ട്. ആമേൻ, യെരൂശലേം ദേവാലയം. ആമേൻ. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ വർഷങ്ങളിൽ അവരവരുടെ വിശ്വാസപ്രകാരം ആമേൻ ചിലരെ ഒന്നിച്ചുകൂടി പൂരങ്ങളും വേലകളും ഒക്കെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലെ? അവരവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ദേശത്ത്, അവരവരുടെ നാട്ടിൽ, അവരവരുടെ കൂടുന്നെടുത്ത് വർഷത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യാറുണ്ട്? ആഘോഷങ്ങൾ നടത്താറുണ്ട്. എന്നാൽ സത്യവേദപുസ്തകത്തിനകത്ത് ആണ്ടിലൊരിക്കൽ ആഘോഷിക്കാനല്ല വന്നത്, ആമേൻ, അതെ, കൂടാനല്ല വന്നത്, അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാന്. അങ്ങനെ പഴയ നിയമ ഭക്തന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ യെരൂശലേം ദേവാലയത്തിൽ ആണ്ടിലൊരിക്കൽ ജനം കൂടി വരിക പതിവായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ കൂടി വരുന്നിടത്ത് ആമേൻ ദൈവം തന്റെ ദാസന്മാരെ അയച്ചു. അപ്പോൾ അവര് പ്രതികരിച്ചത് ഇങ്ങനെയാ: യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയോ എന്ന് പറഞ്ഞാൽ, അതെ, എന്റെ ആലയം പ്രാർത്ഥനയാലയം ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കാനുള്ളതല്ല. ആമേൻ. ദേവാലയം എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവുമായി ഒന്നിച്ച് സമ്മേളിച്ച് മനുഷ്യന്റെ സങ്കടങ്ങളെ ദൈവത്തോട് പറഞ്ഞ് ദൈവം അതിന് മറുപടി കൊടുത്ത് മനുഷ്യൻ സമാധാനത്തോട് ജീവിക്കുവാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ക്രമീകരണമായിരുന്നു യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ വന്ന് കൂടിയ ആളുകൾ അവിടെ ബിസിനസ് തുടങ്ങി. ആമേൻ. അവരുടേതായ ബുദ്ധിക്ക് അനുസരിച്ച് പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെ പ്രവാചകനായ യേശു കർത്താവ് ആലയത്തിൽ കയറി ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: എന്റെ ആലയം പ്രാർത്ഥന ആലയം ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കരുത്. ഇന്ന് ദൈവത്തിന്റെ പേരിൽ മണിസൗധങ്ങൾ കെട്ടിപ്പടുത്തുയർത്തി പല ബിസിനസ്സുകളും പല ക്രയവിക്രിയകളും ക്രമക്കേടുകളും ആമേൻ ഉലകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതേ പ്രകൃതിയിൽ മനുഷ്യന് പരിഹരിക്കുവാൻ പറ്റാത്ത വൈറസ് പോലെ അതേ മാരകമായ മഹാമാരി COVID-19 മനുഷ്യന് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ലോക രാജ്യം മുഴുവൻ ഒരുപോലെ വേട്ടയാടി അനേകരെ തകർത്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ആമേൻ മാനത്തോട് ഇരിക്കുന്ന മനുഷ്യൻ ആമേൻ വിവേകഹീനനായാൽ അവൻ മരിച്ചു പോകുന്ന ചത്തുപോകുന്ന മൃഗങ്ങൾക്ക് സമനാണെന്ന്. ഹല്ലേലൂയ. മനസ്സിലായവർ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നിനക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, നിനക്ക് എത്ര കഴിവുണ്ടെങ്കിലും, നിനക്ക് എത്ര പ്രാപ്തി ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, ആമേൻ, നീ മൃഗമായി പോകരുത്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ. ആമേൻ. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതേ പ്രകൃതിയിൽ ആമേൻ വിവിധ നിലയിലുള്ള മാരകമായ രോഗങ്ങൾ ഹല്ലേലൂയ വായുവിലൂടെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ നിന്റേതാകുന്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ശരീരത്തിലേക്ക് അതെ പാഞ്ഞു കയറുന്ന ഈ ആമേൻ അതെ ഈ വൈറസിനെ അല്ലെങ്കിൽ ഈ രോഗത്തെ ഈ അവസ്ഥയെ മറികടക്കുവാൻ നിനക്ക് സ്വയം കഴിയത്തില്ല. ആമേൻ. ഈശ്വരന്റെ അനുഗ്രഹം നിന്റെ മേൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഇന്ന് പകൽ ദൈവ ഭയമുള്ളവരായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും. ആമേൻ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുവാനും ഇന്നലകളിൽ സംഭവിച്ചതിനെ ഓർപ്പിച്ചുണർത്തി അതെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ദൈവശബ്ദമായി ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിച്ച അനേക അഭിഷക്തന്മാരുടെ അതേ പേരുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരെല്ലാം പ്രവാചക ഗണത്തിൽപ്പെടുന്നവരായിരുന്നു. അങ്ങനെ വന്ന പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. ഇന്നും അങ്ങനെയല്ലേ? നല്ല കാര്യം പറഞ്ഞ് മോനെ അത് ചെയ്യരുത്, ആമേൻ, അത് ചേട്ടാ അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയുന്നവരെ ആമേൻ കൊല്ലുകയും തല്ലുകയും എറിയുകയും ചെയ്യുന്ന ആമേൻ ആളുകൾ ആമേൻ വളരെയുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടവും. ഹല്ലേലൂയ. ആമേൻ. കള്ളവും ചതിയും ആമേൻ കൊള്ളരുതായ്മയും ചെയ്യുന്നവർക്ക് ആമേൻ നീതി ആമേൻ അതെ ലഭിക്കുന്ന ഒരു ലോകം.
ആമേൻ ആമേൻ. ഈ ലോകത്ത് ഇത്രമാത്രം കൊള്ളരുതായ്മയും അത് വഞ്ചനയും ചതിയും പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ അതേ മനുഷ്യന്റെ ജീവിതത്തിൽ. അവൻ താണവനെന്നില്ല, ഉയർന്നവനെന്നില്ല, വെളുത്തവനെന്നില്ല, കറുത്തവനെന്നില്ല, പണമുള്ളവനെന്നില്ല, പണമില്ലാത്തവനെന്നില്ല. സമസ്ത മേഖലകളിൽ ആമേൻ അതെ ചുഴലിക്കാറ്റ് വീശി അടിക്കുന്നത് പോലെ, കൊടുങ്കാറ്റ് ചുഴറ്റി അടിക്കുന്നത് പോലെ ആമേൻ ലോക രാജ്യങ്ങൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോ പ്രിയ സ്നേഹിത, ഈ ലൈവിലൂടെ ജീവന്റെ സന്ദേശം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പാപിയായ നീ തകർന്നു പോകാതിരിക്കുവാൻ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ ശാപത്തിൽ നിന്ന്, നിന്റെ പാപത്തിൽ നിന്ന്, നിന്റെ തകർച്ചയിൽ നിന്ന്, നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കുവാൻ അത് നോക്കി നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ആമേൻ നീ തലയുയർത്തി നിൽക്കത്തക്ക വിധത്തിൽ നിന്നെ ശക്തീകരിക്കുവാൻ ഉയരത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവത്തിന്റെ നിയമങ്ങൾ, ആ ദൈവത്തിന്റെ വചനങ്ങൾ ആമേൻ മനസ്സിലാക്കി ജീവിക്കുവാൻ നീ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ തകർച്ച കാണാൻ നോക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ഒരു പിടികൾ ഉയർത്തി നിർത്തി മാനിക്കുന്ന ദൈവത്തെ അത്രേ ഇന്ന് പകൽ ആമേൻ ഈ ലൈവിലൂടെ ഞാൻ ഉയർത്തുന്നത്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കോ എന്തില്ല? മനസ്സില്ല. സ്നേഹിത, ദൈവത്തിന് ഇനിയും നിന്നോട് മനസ്സുണ്ട്. സഹോദരി, ഇനിയും നിന്നോട് മനസ്സുണ്ട്. കൂടപ്പറപ്പേ, സഹോദരങ്ങളെ, ആമേൻ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ആമേൻ, ദൈവത്തിന് നിന്നോട് താല്പര്യമുണ്ട്. നീ തകർന്നു പോകുവാൻ ഇഷ്ടപ്പെടുന്നവനല്ല ദൈവം. നിന്റെ ബിസിനസ് തകരുവാൻ തക്കവണ്ണം ആമേൻ ഇഷ്ടപ്പെടുന്നവനല്ല ദൈവം. നിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുവാൻ ഇഷ്ടപ്പെടുന്നവനല്ല ദൈവം. ആമേൻ. നിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ച്, നിന്റെ നന്മയെ വർദ്ധിപ്പിച്ച് നീ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് കാണുവാൻ ഇഷ്ടപ്പെടുന്നവനാണ് ആമേൻ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നത് ദുഷ്ടന, ആമേൻ, പിശാച, ആമേൻ, അവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ഉയരത്തിലെ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് ജീവിക്കുവാൻ നീ തയ്യാറാകുക. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ അനുകൂലമാക്കി തരുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ തന്റെ ആത്മാവിനെ പകർന്ന് ജയത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ നിന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിന്, ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിന് എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. ഹല്ലേലൂയ. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതെ, ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അന്ധകാരത്തിൽ കിടക്കുന്ന, കണ്ണുനീരിലും ദുഃഖത്തിലും കിടക്കുന്ന, തപ്പിത്തടയുന്ന, എങ്ങനെ എവിടെ ഒരു ജോലി കിട്ടും, എങ്ങനെ ഈ ബിസിനസ് നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കും, എങ്ങനെ എന്റെ കുടുംബത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ച് ഉത്തരം കിട്ടാതെ സ്വയം അത് ആത്മഹത്യയാണ് പരിഹാരമെന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോക ജനതയുടെ നടുവിൽ ആമേൻ ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ, സ്നേഹിത, സഹോദര, അഭിഷക്ത, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്നെ ഒരു പ്രകാശമായി നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ചുറ്റുപാടിൽ ആമേൻ ഒരു അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ആമേൻ ശുശ്രൂഷയുമായി മുമ്പോട്ട് പോകുക. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗം നിന്നെ കണ്ട് നിന്നെ വേർതിരിച്ചിരിക്കുകയാ. അത് തിരിച്ചറിയുവാൻ നീ വൈകിപ്പോയി. ആമേൻ. ഇന്ന് പകൽ നീ അത് തിരിച്ചറിയുന്നെങ്കിൽ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലെ ദൈവത്തോട് ഉയരത്തിലെ അഭിഷേകത്തിന് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ആമേൻ. നിന്നെ ഈ കാലഘട്ടങ്ങളിൽ ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയുമായി അതേ ലോകത്തിന്റെ അറ്റത്തോളം മഹിമ കണ്ട സാക്ഷിയായി അയക്കുവാൻ ദൈവം ശക്തന. നാളിതുവരെ നീ ആയിരിക്കുന്ന ഭവനത്തിലോ, നീ ആയിരിക്കുന്ന ചുറ്റുപാടുകളിലോ, നീ ആയിരിക്കുന്ന പഞ്ചായത്തിലോ, നീ ആയിരിക്കുന്ന വില്ലേജിലോ, നീ ആയിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലോ, നീ ആയിരിക്കുന്ന കോർപ്പറേഷനിലോ, നീ ആയിരിക്കുന്ന സംസ്ഥാനത്തോ, നീ ആയിരിക്കുന്ന രാജ്യത്തോ ആമേൻ സാക്ഷ്യം വഹിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നീ
തിരിച്ചറിയൂ. ആമേൻ. നീ ഒരു ദൈവ പൈതലായി മാറിയത് ഒരു സാക്ഷ്യം വഹിപ്പാനാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ സാക്ഷ്യമായി മാറത്തക്ക വിധത്തിൽ ആമേൻ ഇന്ന് പകൽ ആമേൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സബലീകരിക്കുവാൻ ശക്തനായവൻ ആമേൻ. അതെ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി അയക്കുന്ന പകല നിന്റെ ആമേൻ അതെ കുടുംബത്തിലുള്ളവർ കാണത്തക്ക വിധത്തിൽ ആ വിഷയത്തിന്മേൽ എന്റെ കർത്താവ് മറുപടി അയക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മകത്വം കൊടുക്കുക. പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോ പറഞ്ഞവർ ഹല്ലേലൂയ ആമേൻ. അതെ ഇവർ പഠിപ്പില്ലാത്തവർ, ആമേൻ ഇവർ ജ്ഞാനമില്ലാത്തവർ, ഇവർ സാമാന്യ ജനമെന്ന, എന്നാൽ സാമാന്യ ജനമെന്ന് മുദ്ര കുത്തിയവരുടെ മുമ്പിൽ സാക്ഷ്യമുള്ളവരായി നിൽക്കുവാൻ ഉയരത്തിൽ അഭിഷേകം അവരെ പ്രാപ്തിയുള്ളതാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽ ഏത് രാജ്യത്തുമാകട്ടെ ഏത് സ്ഥലത്തുമാകട്ടെ സാക്ഷിയായി ആമേൻ ഉയർന്നു വരത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകം വചനം കേൾക്കുന്ന ആമേൻ സഹോദര ആമേൻ നിന്റെ മേൽ സ്വർഗം കൈമാറുന്ന പകല വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ പിന്നെയും എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവിക്കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. ഇന്ന് പകൽ ഈ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം മനുഷ്യപുത്ര, ആമേൻ, മനുഷ്യനായി ജനിച്ച അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ വൈതലാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോടായി പറയുന്നു, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവിക്കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. ആമേൻ. ഇത് ഷെൽഫിൽ കൊണ്ടുവെക്കാനുള്ളതല്ല, ഇത് പേനയും പേപ്പറും എടുത്ത് കുറിച്ചിട്ട് ആമേൻ ബൈബിളിനകത്ത് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. ആമേൻ. ഇത് ഇന്ന് പകൽ നിന്നോട് പറയുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവിക്കൊണ്ട് കേട്ട് ഹൃദയത്തിൽ എന്ത് ചെയ്യണം? എന്താ ഉയർച്ച പ്രാപിക്കാൻ പറ്റാത്തത്? പഠിക്കുന്നുണ്ട്, കുറിക്കുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്, പക്ഷെ നിന്റെ ഹൃദയത്തിലില്ല. നിന്റെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരും, നിന്റെ സംസാരത്തിൽ മാറ്റം വരും, നിന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരും. അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെയായി കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ആമേൻ ഭവനങ്ങൾ മാറ്റപ്പെടും. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് എന്ന് വായിക്കുകയല്ല, അത് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിന്നെ കാണുന്നവര് അതിശയിക്കും, എങ്ങനെയാ ഇവര് ജീവിക്കുന്നത്? ഹല്ലേലൂയ. എങ്ങനെയാ ഇവരുടെ കാര്യങ്ങൾ നടക്കുന്നത്? അവര് ചിന്തിച്ച പിടികിട്ടില്ല. എന്താ കാര്യം? ഹല്ലേലൂയ. അവരൊക്കെ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ആമേൻ വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടും നടക്കാതെ പോകുമ്പോൾ ഹല്ലേലൂയ അന്തസ്സായി സന്തോഷത്തോടെ ജീവിക്കുവാൻ ഒരു ദൈവ പൈതലിനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ഉയരത്തിലെ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്നെ കാണുന്നവർ അതിശയിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നന്മയുടെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഓ പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ നന്മയെ അനുഭവിപ്പാൻ ലോകപ്രകാരം ആമേൻ കറങ്ങി നടക്കുന്നവർക്കല്ല, ദുഷ്ടന്മാരുടെ കൂടെ കൂടുന്നവർക്കല്ല, പാപികളുടെ കൂടെ കൂടുന്നവർക്കല്ല, പരിഹാസികളുടെ കൂടെ കൂടുന്നവർക്കല്ല. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എടുത്ത് അനുഭവിക്കുവാനാണ് സ്വർഗം. അതേ വചനം പറയുന്നു, അവന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. അല്പം തീർത്തു തരുമെന്നല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും? തീർത്തു തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് ആമേൻ അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് ആമേൻ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ മഹാമാരി, ഈ ദുരന്തം ആമേൻ ലോക രാജ്യങ്ങൾ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവിക്കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. ആമേൻ. എന്നിട്ട് നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് ആമേൻ അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും
അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. പ്രവാസ ലോകത്തിലായിരിക്കുന്ന നിരവധി ആളുകൾ ആശങ്കലരായി ഭയപ്പെട്ട് നെട്ടോട്ടം ഓടിയ ചില മാസങ്ങളാണ് കഴിഞ്ഞു പോയത്. ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ മീഡിയയിലൂടെയുള്ള റിപ്പോർട്ട് കണ്ടത്, ആമേൻ, വിദേശ രാജ്യങ്ങളിൽ ആമേൻ വീണ്ടും ആമേൻ കൊറോണ അതിശക്തമായി ആമേൻ അതെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതെ ചില രാജ്യങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചില രാജ്യങ്ങൾ പൂട്ടിയിടണമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത നിലയിൽ ആമേൻ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിലെ ആത്മാവിനെ പ്രാപിച്ച ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവമക്കളായി ജീവിക്കുന്ന എന്നോട് നിങ്ങളോട് ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുന്നത്, നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. ആമേൻ. അനവധി പ്രാവശ്യം ദൈവം തന്റെ ദാസനിലൂടെ ജനത്തോട് ഇടപെട്ടു. നിങ്ങൾ കൂടി വരുന്ന പട്ടണത്തിൽ നിങ്ങളുടെ നാശത്തിന് വേണ്ടി ഞാൻ മഹാമാരി അയക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ മഹത്വം ആമേൻ സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയൊരു മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. ഹല്ലേലൂയ. അപ്പൊ ദൈവ ശബ്ദം കേൾക്കുവാൻ ആർക്കാ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, യഹോവയുടെ വാക്ക് കേൾക്കുന്ന, അവന്റെ വചനം അവൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ശബ്ദം എന്ത് ചെയ്യാൻ കഴിയുന്നത്, കേൾക്കുവാൻ കഴിയുന്നത്. അസഭ്യം പറയുന്നവരുടെ വാക്കുകൾ സ്റ്റോർ ചെയ്തിട്ട് ആമേൻ അടുത്ത ദിവസം അതിലും വലിയ നിലയിൽ അസഭ്യം പറയുന്നവർക്ക് അല്ല ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നോക്കിയാൽ ആമേൻ ചീത്ത വിളിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ അവൻ സുബോധമില്ലാത്തവനായി ആനമയക്കിയോ മൂല വെട്ടിയോ അല്ലെ കളർ മാറ്റിയോ വെള്ളമോ കുടിച്ചിട്ട് അസഭ്യം പറയുമ്പോ ആമേൻ വെച്ചിട്ടുണ്ട്, നാളെ വൈകിട്ട് ഞാനും വന്നിട്ട് എന്ത് ചെയ്യാ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നേ. ഹല്ലേലൂയ. പറവ ആമേൻ താമസം ആണോ? പറവ താമസവും കേൾക്കാൻ എന്ത് ചെയ്യണം, വേഗതയും വേണം. പറയുന്ന കാര്യം കേൾക്കാൻ എന്ത് ചെയ്യണം, വേഗത വേണം. എന്താ പറയുന്നത് കേൾക്കാൻ? പറയുന്നതിന് കേൾക്കുന്നതിന് മുമ്പ് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന ഒരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞതുപോലെയാ. ആരെന്താ പറയുന്ന എന്ന് കേൾക്കണ്ട, അതിനു മുമ്പ് മാലപ്പടക്കത്തിന് തിരികൊടുക്കുന്ന പോലെയാ. പടപട പടപടപട അങ്ങനെ സംസാരിക്കുന്നവരല്ല, കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് വചനം പറയുന്നു, നിന്നെ അസഭ്യം പറയുന്നവര് പറയുന്നത് കേക്ക്, മറുപടി കൊടുക്കാൻ വൈകണം. ഹല്ലേലൂയ. പക്ഷെ ലോകക്കാരങ്ങനെയല്ല, എന്തായാലും കണ്ട അപ്പ പ്രതികരിക്കും. ഇന്ന് ദൈവമക്കൾ അങ്ങനെയല്ല. ആമേൻ. വൈകിയെ പ്രതികരിക്കത്തുള്ളൂ. കാരണം പ്രതികാരം അവർക്കുള്ളതല്ല, അവരാരാധിക്കുന്ന ദൈവത്തിനുള്ളതാണ്. ഇന്ന് പകൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തുന്നുണ്ടെങ്കിൽ നീ പ്രതികരിക്കണ്ട. ആമേൻ. നീ മൗനമായിരിക്കുക. നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഉയരത്തില് ഒരു സ്വർഗത്തില് ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കഴിവില്ലാത്തത് കൊണ്ടല്ല മിണ്ടാത്തത്. ആമേൻ. പ്രതികരിക്കുവാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ടല്ല പ്രതികരിക്കാത്തത്. ആമേൻ. ആൾ മാറി കേട്ടോ. ആമേൻ. അതെ, പഴയ കാലമായിരുന്നെങ്കിൽ ആമേൻ രണ്ടടിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യായിരുന്നു. പക്ഷേ ആള് മാറി, പുതിയ സൃഷ്ടിയായി. ആമേൻ. ലോകത്തിൽ നിന്ന് മാറിയെന്ന്. ഹല്ലേലൂയ. ലോകക്കാരെ പോലെ അല്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ
ആമേൻ. അതെ, ഹല്ലേലൂയ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നത്, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുക. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവെന്നെ എടുത്തു. അമ്മേ, നീ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ആത്മാവ് നിന്നെ എടുക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന കാര്യത്തിൽ ആമേൻ നിന്നെ നടത്തുന്ന. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ എന്തിനാ നിരാശപ്പെടുന്നത്? നിന്റെ കാര്യം നന്നായി നോക്കി നടത്താൻ ആമേൻ പരിശുദ്ധാത്മാവുന്ന കാര്യത്തിൽ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ നിരാശപ്പെടുന്നേ? ആകുലത വേണോ? നിരാശ വേണോ? ഭയം വേണോ? ലോകക്കാരുടെ കൂടെ ഇല്ലാത്ത ഒന്ന് ദൈവവൈദ്യല് നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ലോകക്കാരുടെ കൂടെ അശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് അവൻ അശുദ്ധനായിട്ട് കൊള്ളരുതായ്മ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിക്ഷണറിക്കകത്തില്ലാത്ത വാക്ക് അവന്റെ വായിൽ നിന്ന് ഇങ്ങനെ തുടു അമ്പെയ്യുന്ന പോലെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവനെ നയിക്കുന്നത് അശുദ്ധാത്മാവാണ്. എന്നാൽ ഒരു ദൈവവൈതലിനെ നയിക്കുന്നത് കാര്യസ്ഥനായ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവായതുകൊണ്ട് അവന്റെ വായിൽ നിന്ന് ഉൾനട്ട ജീവന്റെ വചനമായിരിക്കും വെളി വരുന്നത്. അത് കേൾക്കുന്നവർക്ക് കൃപയുണ്ടാകും. അത് കേൾക്കുന്നവർ സൗഖ്യം പ്രാപിക്കും. അത് കേൾക്കുന്നവർ സമാധാനം പ്രാപിക്കും. സമാധാന സുവിശേഷം പ്രസംഗിക്കുവാൻ വിളികെട്ടിറങ്ങി തിരിച്ച അഭിഷേകന്മാരെ, അതെ, ആളുകളുടെ പെരുപ്പത്തിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ അക്ഷരത്തിന്റെ ശുശ്രൂഷകൾ അനേകരെ ആമേൻ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ അനേകർക്ക് ജീവനായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ചവർ ഈ പകൽ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ആമേൻ. ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഉറങ്ങി സമയം കളയരുതേ, മയങ്ങി സമയം കളയരുതേ, വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ ഓടി സമയം കളയരുതേ. കർത്താവ് വരുവാൻ സമയമായി. കാവൽക്കാരാ, കാവൽക്കാരാ, രാത്രി എന്തായി? ഹല്ലേലൂയ. രാത്രി കഴിവാറായി. പകൽ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അരുമനാഥന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് ആമേൻ എന്റെ നാമത്തിൽ എന്നിൽ നിന്ന് കേട്ട വചനം ഓർപ്പിച്ചുണർത്തണം. നീതിമാനായി ഹല്ലേലൂയ ജീവിക്കുവാൻ കൃപ ലഭിച്ച ഹല്ലേലൂയ നോഹ അപ്പച്ചൻ ആമേൻ ജലപ്രളയം വരുന്നതിന് മുമ്പ് ആമേൻ ആമേൻ ഉയരത്തിൽ നിന്ന് കേട്ടത് ഓർപ്പിച്ചു. ഒരു പ്രളയം വരാൻ പോവുക, വിശ്വസിച്ചോ? രക്ഷപ്പെടണമെങ്കിൽ വിശ്വസിച്ചോ? കേട്ടില്ല, അനുസരിച്ചില്ല, ശ്രദ്ധിച്ചില്ല, തകർന്നു പോയി കേട്ടോ. ഹല്ലേലൂയ. ദേശത്ത് നെടുകയും കുറുകയും നടന്ന് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ സ്വാർത്ഥത വെടിയൂ, അതിരും വരമ്പും എടുത്തു മാറ്റൂ. ആമേൻ. ആദ്യ പിതാക്കന്മാർ ഒരുമിച്ച് ആ മാളിക മുറിക്കകത്ത് ആമേൻ മുഴങ്കാൽ മടക്കിയപ്പോൾ അവരുടെ മേൽ ആമേൻ ഇറങ്ങിയ അഭിഷേകം പ്രാപിച്ചവർ ഒന്നിക്കട്ടെ. അവർ ദേശത്ത് നെടുകയും കുറുകയും നടന്ന് എന്റെ വായിൽ നിന്നും ആമേൻ വചനം കേട്ട് എന്റെ നാമത്തിൽ ആമേൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോകുകയാ. അന്ന് സകല അഹങ്കാരികളും വേരും കൊമ്പും ശേഷിക്കാതെ താളടിയാകാൻ പോകുകയാണ്. ഇതൊക്കെ കളിയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ നീ മരിക്കും. ആമേൻ. ദുഷ്ടനെ കാണുമ്പോ തലയിലോട്ട് കൈവച്ചിട്ട്, മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. നിനക്ക് വിശാലമായ ഒരു വാതിൽ തുറക്കപ്പെടും. അടുത്ത മാസം ഇത്രാം തീയതി ദൈവം നിന്നെ വിദേശത്തേക്ക് അയക്കും. ഇത് കേൾക്കുമ്പോ ദുഷ്ടൻ കടന്നിട്ട് എന്ത് ചെയ്യും? തുള്ളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ദുഷ്ടനെ തുള്ളിക്കാനല്ല എന്റെ വായിൽ നിന്ന് വചനം കേട്ട് ഓർമ്മപ്പെടുത്തേണ്ടത്. ആമേൻ. ന്യായവിധി വരാൻ പോകുകയാ. ആമേൻ. ലോകത്തിന്റെ അവസാനം സംഭവിക്കാൻ പോകുകയാ. ആമേൻ. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാതി ദേവനുമായവൻ. ഹല്ലേലൂയ. മരിച്ചവർ അക്ഷയരായി ഉയർക്കാൻ പോകുകയാ. ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കുവാൻ പോകുകയാ.
ഹല്ലേലൂയ. മനുഷ്യർ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതായി വരാൻ പോകുകയാണ്. അതിനു മുമ്പ് ആമേൻ എന്റെ വായിൽ നിന്നും വചനം കേട്ട് എന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ കൃപ ലഭിച്ചവർ, ഹല്ലേലൂയ. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ നീ മരിക്കും. നിന്റെ ദുഷ്ടത വിടുന്നില്ലെങ്കിൽ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നീ മരിച്ചു പോവും. ഹല്ലേലൂയ. പാപ സ്വഭാവത്തെ വെടിയാതെ ദുഷ്ടൻ ആമേൻ രക്ഷപ്പെടത്തില്ലെന്ന്. കള്ളു കുടിച്ചാലും കുഴപ്പമില്ല, പുക വലിച്ചാലും കുഴപ്പമില്ല, വ്യഭിചാരം ചെയ്താലും കുഴപ്പമില്ല, നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അനേകരുള്ള ലോകത്ത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി നിന്ന് ആമേൻ അതെ ശുശ്രൂഷിക്കുന്ന ആമേൻ കൗല ഇടയന്മാര് എഴുന്നേറ്റ് വരുമെന്ന് അരുമനാഥന്റെ വരവിന് മുമ്പ് എന്താ സംഭവിക്കുന്നതെന്ന് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ വളരെ ശക്തമായും വ്യക്തമായും അതെ പറഞ്ഞു കൊടുത്തു. ആമേൻ അവസാന നാളിൽ ഇതൊക്കെ കാണുമ്പോൾ അതെ ഞാൻ വാദിക്കലാണെന്ന് എന്ത് ചെയ്തോണം? ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരുവാൻ, ഹല്ലേലൂയ, ഇന്ന് പകൽ ദുഷ്ടാ നീ മരിക്കും, നിന്റെ കയ്യിലിരിപ്പ് നീ നിർത്തിയിട്ട് നീ നേരായി ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊള്ളിവെപ്പും കരിഞ്ചന്തയും ആമേൻ പിടിച്ചു പറയും അസൂയയും കുശുമ്പും ഒക്കെ നീ നിർത്തിയില്ലെങ്കിൽ നീ നശിച്ചു പോകുന്ന, നീ എന്ത് ചെയ്താലും അത് നന്നായി വരത്തില്ലെന്ന്. ആമേൻ. നിന്റെ ആമേൻ അതെ ആമേൻ ജീവിതത്തിൽ സമസ്ത മേഖലകളിൽ നീ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ നിന്റെ അയൽവക്കക്കാരനെ, നിന്റെ കൂടപ്പുറപ്പിനെ, ആമേൻ നിന്നെക്കാട്ടിലും താഴെയുള്ളവരെ ആമേൻ കാണുമ്പോൾ പുച്ഛിക്കാതെ അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, ഹല്ലേലൂയ, നീ തയ്യാറാകുമ്പോഴാണ് നീ ഉയർച്ച പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി എന്ത് ചെയ്യണം? വിട്ട് തിരിയണം. ഇന്ന് പകൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അനിഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ, ആമേൻ ആമേൻ, ഇതിനോട് താല്പര്യമില്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ ലെഫ്റ്റായി പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ന്യായവിധി വരുന്നതിന് മുമ്പ് ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട്, ഈ വചനം എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ പാപബോധം ഈ ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വിട്ടുതിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകത്യം നിമിത്തം മരിക്കും. ഇന്ന് അനേകര് മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ആത്മീയ മരണമാകാം, ശാരീരിക മരണമാകാം, സ്വയമുള്ള മരണമാകാം. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആമേൻ അവരെയെല്ലാം കൂട്ടിയിരുത്തി കൂടെ കൂടി അനേകര് ഈ മഹാമാരിയെ ആമേൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിജീവിക്കുവാൻ പറ്റുന്നില്ല. ആമേൻ അതിനെ മറികടക്കാൻ പറ്റുന്നില്ല. ആമേൻ കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുകയാ. ശ്രദ്ധിച്ചേ. ആമേൻ ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കും. അപ്പൊ ദുഷ്ടന്റെ ദുഷ്ട സ്വഭാവത്തെ ആമേൻ അതെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ആമേൻ അവനെ കേൾപ്പിച്ച്, ഹല്ലേലൂയ, അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തന്റെ അകത്യ നിമിത്തം മരിക്കും. ആമേൻ. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നോടും നിങ്ങളോടും ചോദിക്കുമെന്ന്. ഹല്ലേലൂയ. ദുഷ്ടൻ മരിച്ച അവന്റെ രക്തം നിന്നോട് ചോദിക്കും. ഹല്ലേലൂയ. എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ടുതിരിയാഞ്ഞാൽ അവൻ തന്റെ അകത്യം നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കണം, നാം പറയാതിരിക്കരുത്. നാം തെറ്റ് കാണുമ്പോൾ പറയണം, ശരിയല്ലെന്ന് കണ്ടാൽ പറയണം. ആമേൻ. പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടാൽ വിട്ടേക്കണം. അവൻ നശിക്കും. അത് നിന്റെ കണ്ണാലെ കാണാൻ പോകുകയാണ്. ഇന്ന് പകൽ ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ പറഞ്ഞിട്ടും വകവെക്കാത്ത, നിന്നെ പുച്ഛിക്കുന്നവരുടെ നാശം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പോകുകയാ. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത്, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലിരിക്കുന്നു, അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു.
ഹല്ലേലൂയ. എന്നാണ് ദുഷ്ടന്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഹല്ലേലൂയ. ഒരു ദുഷ്ടൻ അവന്റെ ദുഷ്ടതയിൽ മരിക്കുന്നതിലല്ല ദൈവത്തിന് ഇഷ്ടം. തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ദുഷ്ടന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവ് അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരുവി, ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനും മരിക്കുന്നുവെന്ന് അവരോട് പറയണം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോവുകയാണ്. ഈ പ്രതിസന്ധികൾ നിറഞ്ഞ, ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ, ആമേൻ, അനേകരുടെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവവൈദ്യരെ എന്തിനാണ് സ്വയം ജീവിതം അവസാനിപ്പിക്കുവാൻ ചിന്തിക്കുന്നത്? ഏലിയാവ് ആ പ്രത്യേക സാഹചര്യത്തിൽ ആ ചൂരച്ചെടിയുടെ തണലിലിരുന്ന് അത് ചിന്തിച്ചതുപോലെ നീ ചിന്തിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും അഭിഷക്തന്മാരായിരുന്നു. കാരണം പ്രവാചകനാണെങ്കിൽ അവന്റെ മുമ്പിൽ പ്രശ്നമുണ്ട്, അവന്റെ മുമ്പിൽ വെല്ലുവിളിയുണ്ട്. ഹല്ലേലൂയ. പുരോഹിതന്മാരാണെങ്കിൽ അവരുടെ മുമ്പിൽ വെല്ലുവിളിയുണ്ട്, അവരുടെ മുമ്പിൽ പ്രശ്നമുണ്ട്. രാജാക്കന്മാരാണെങ്കിലും അവരുടെ മുമ്പിൽ പ്രശ്നമുണ്ട്. നോക്കിക്കേ, രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ വിശ്വസ്തത. അന്ധകാരത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമല്ലേ, ശുശ്രൂഷകന്മാരല്ലേ പുതിയ നിയമത്തിൽ? ആമേ, രാജാക്കന്മാരെ പോലെ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരെ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഇവിടെ പ്രവാചകന്മാരുടെ മുമ്പിലുള്ള ആമേൻ വെല്ലുവിളിയെ അതിജീവിക്കുവാൻ സ്വർഗം അവരെ അഭിഷേകം ചെയ്തു. ഇന്ന് പകൽ നിന്റെ മുമ്പിലുള്ള വെല്ലുവിളിയെ അതിജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നസ്രത്തിൽ വളർന്നു. ഹല്ലേലൂയ. ആമേൻ. നസ്രത്തിൽ വളർന്ന് ആമേൻ, അവൻ വളർന്ന് നസ്രത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ആമേൻ ചെന്ന് ആമേൻ ദൈവവചനം വായിക്കുവാനായിട്ട് എഴുന്നേറ്റു. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന്റെ കയ്യിൽ കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവന്റെ മേലുണ്ട്. ഇന്ന് പകൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ അതെ കൃപ ലഭിച്ചിരിക്കുന്നവരെ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷവുമായി പോകുവാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉയരത്തിൽ അഭിഷേകം നിന്റെ കൂടെ സഞ്ചരിക്കുവാൻ ഉതക തക്ക വിധത്തിൽ കാത്തിരിക്കുന്നവരുടെ മേൽ സ്വർഗം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്തിനാണ് ആമേൻ അഭിഷേകം ചെയ്തത്? ബദ്ധന്മാർക്ക് വിടുതൽ. ഇന്ന് പകൽ നിന്നിലൂടെ ഒരു കൂട്ടം വിടുതൽ പ്രാപിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കുരുടന്മാർ കാഴ്ച പ്രാപിക്കുവാൻ പോകുകയാണ്. പീഡിതർ വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ആമേൻ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു ഈ ലോകത്തിൽ തന്റെ പരസ്യ ശുശ്രൂഷ നിവർത്തിക്കുവാൻ തയ്യാറായതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവർ ഇന്ന് പകൽ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് നിന്റെ മുമ്പിലുള്ള സകല പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തെ വിശ്വസിക്കുന്നവരെ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ അവൻ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 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 ഓ റബ ശബ്ദരഗനഗസി, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ പ്രവചന നിവൃത്തിയാകുകയാണ്. ആമേൻ. അവൻ അവരോട് ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവദാസനെ, ദൈവദാസിയെ, അഭിഷക്തനെ, കൂടപ്പറപ്പെ, സഹോദരി, സഹോദര, നിന്നെ കാണുന്നവരുടെ മുമ്പിൽ ആമേൻ ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി വന്നിരിക്കുന്നു. അന്നുള്ള ആമേൻ വിധത്തിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി നീ ആയിരിക്കുന്ന സമസ്ത മേഖലകളിൽ ദൈവം ചെയ്തെടുക്കുന്ന പകലെന്ന് പറഞ്ഞ ഇന്ന് പകൽ എത്ര പേർ ഏറ്റെടുത്ത് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അന്ന് യഹോവ എന്നോട് അരുളി ചെയ്തത് മഹാനായ പ്രവാചകൻ അവനാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ കുറിച്ച് അനേകർ പറയും, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, നീ ഒരു ആമേൻ അഭിഷക്തനാണ്, നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നിന്നെ പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ ആമേൻ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഹല്ലേലൂയ. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്റെ വചനങ്ങളെ ആമേൻ നിന്റെ നാവിന്മേൽ തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. അത് കേട്ട് നീ അനേകരോട് പറയും. ഹല്ലേലൂയ. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. അതുകൊണ്ട് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ കൃപ ലഭിച്ചവരെ തളർന്നു പോകരുത്, മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം ചെയ്യാൻ തയ്യാറായാൽ അത് അംഗീകരിക്കാത്തവരോട്, അത് ഉൾക്കൊള്ളാത്തവരോട് സ്വർഗത്തിലെ ദൈവം ചോദിക്കും. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും ഹല്ലേലൂയ അവൻ പ്രമാണിച്ചു നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശം ഇരിക്കുകയും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? അഭിഷേകമുള്ള നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജനമെല്ലാം നോക്കി നിൽക്കെ, ഹല്ലേലൂയ, അവൻ സ്നാനക്കടവിൽ നിന്ന് കയറി അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്നാനപ്പെട്ട ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കും. ഹല്ലേലൂയ. അവൻ ദുഷ്ടന്മാരുടെ മുമ്പിൽ തുറക്കത്തില്ല, പാപികളുടെ വഴി മുമ്പിൽ തുറക്കത്തില്ല, പരിഹാസികളുടെ മുമ്പിൽ തുറക്കത്തില്ല. സ്നാനപ്പെട്ട ഒരു ദൈവവൈതനാണോ? ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതനാണോ? നീ മുട്ടുമടക്കിയാൽ സ്വർഗം തുറക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുവാൻ മുഴങ്കാൽ മടക്കിയാൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ആമേൻ. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. ഹല്ലേലൂയ. ആമേൻ. നീ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് പ്രസാദകരമാകുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. അവിടെ നിന്ന് ലോകം കേൾക്കേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതു ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് നന്മ ചെയ്യും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. അത് പഠിപ്പില്ലാത്തവൻ എന്ന് പറഞ്ഞ പത്രോസ് അതിധൈര്യത്തോടെ ശക്തിയോടെ ലോകരാജ്യങ്ങൾ കേൾക്കേ വിളിച്ചു പറഞ്ഞ ആ സന്ദേശം കേട്ട് അനേകർ ദൈവസഭയുടെ അംഗമായി. ഇന്ന് പകൽ ഒരു അഭിഷേകത്തിന്റെ മേൽ വീഴുകയാണ്. ഹല്ലേലൂയ. പ്രസംഗിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും പ്രസംഗിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന നിന്നെ കൊണ്ട് ലോകരാജ്യങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ വചനം അതെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നിന്നെ അഭിഷേകം ചെയ്ത് അയക്കുവാൻ ദൈവം ശക്തി, ആ അഭിഷേകം ഇന്ന് പകൽ നിന്റെ മേൽ വീഴുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു അവരോട്, കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കും എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിക്കും. ഹല്ലേലൂയ. നിങ്ങളിലൂടെ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ അനേകരോട് ചെന്ന് പറയത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ മേൽ വീണിരിക്കുന്ന അഭിഷേകത്തിന്റെ ആ ബലത്തോടെ ശുശ്രൂഷയിൽ ഉയർന്നു വരുവാനുള്ള ഒരു വിശാലത ജീവിതത്തിന്റെ മുമ്പിൽ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എങ്കിൽ ഇടറിപ്പോകാത്തവരെല്ലാം ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന്റെ നടുവിലും അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവൻ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായിരിക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മെ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യേശു വന്ന വിടുതലിന്റെ മാർഗം ആമേൻ പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ മാർഗം പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ അന്ധത പിടിച്ചു കിടക്കുന്നവരെ ആത്മീയ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുവാൻ ആമേൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ നിൽക്കുവാൻ കൃപ ലഭിച്ച അഭിഷേകം പ്രാപിച്ച അഭിഷക്തന്മാരെ നമുക്കൊന്നിക്കാം. അതിന് വരമ്പം എടുത്തു മാറ്റാം. ഹല്ലേലൂയ. കർത്താവിന്റെ മടങ്ങി വരവിന് മുമ്പ് ഐക്യതയോടെ കർത്താവിന്റെ വേലയിൽ നമുക്ക് മുന്നേറാം.
ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാൽ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ, ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം. ഹല്ലേലൂയ. തകർന്നിരിക്കുന്നവരെ മുറികെട്ടുവാൻ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കും. യഹോവ എന്നെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഈ 39ാമത്തെ പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 39ാമത്തെ പകൽ വൈകുന്നേരത്തോടടുത്ത സമയം അങ്ങയുടെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ഞങ്ങൾ കേട്ടതുപോലെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ആ യാക്കോബിനെ അതേ ഇസ്രായേലാക്കി മാറ്റി. ആമേൻ. ഇസ്രായേൽ അതേ ഞാൻ യഹോവയ്ക്ക് മാന്യനും എൻ്റെ ദൈവം എൻ്റെ ബലവുമാകും. മാന്യമായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് നിർത്തിയ ദൈവമേ, അവിടുന്നാണല്ലോ ഞങ്ങളുടെ ബലം. ഈ തകർക്കുന്ന ഈ പൈശാചിക പ്രവൃത്തികൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഞങ്ങളുടെ ബലമായ കർത്താവ് ഞങ്ങളെ നിർത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാരംഭം മുതൽ ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയിലും ആമേൻ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബങ്ങളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് ദിവസമാണ് നാളെ രാവിലെ 10 മുതൽ 11 മണി വരെയുള്ള സമയത്ത് തത്സമയ പ്രാർത്ഥന ഓൺലൈനിലൂടെ ഉണ്ടായിരിക്കും. 1 മണിക്കൂർ. ആ സമയം ആരൊക്കെ ലൈവിൽ വരുന്നോ അവരറിയിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥന മാത്രമേ ഉണ്ടാകത്തുള്ളൂ. 1 മണിക്കൂർ ആമേൻ. ഓൺലൈനിൽ അറിയിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് തത്സമയം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നൽകുന്ന ആലോചന അപ്പോഴപ്പോൾ അറിയിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പങ്കെടുത്ത ഈ കൂട്ടായ്മയിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവഹിതമായ ഇന്ന് രാത്രി 9 മണിക്ക് പതിവ് പോലെ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് ലൈവിലൂടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും 9 മണിക്ക്. അതുപോലെ തന്നെ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് ആമേൻ ഗ്രൂപ്പ് അക്കൗണ്ടിലൂടെ ലൈവിലൂടെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ഇന്ന് ആമേൻ ട്രിവാൻഡ്രത്തുള്ള ആമേൻ വാസന്തി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയും അതുപോലെ തിരുവനന്തപുരത്തുള്ള രാജേഷ് കുമാർ എന്ന് പറയുന്ന ദൈവദാസനും ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയവും സാഹചര്യവും അനുവദിക്കുന്നുവെങ്കിൽ കാരണം ആ പങ്കാളിത്തം വഹിക്കുക. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായി തീർന്നെങ്കിൽ, ഈ പ്രാർത്ഥന അനുഗ്രഹമായി തീർന്നെങ്കിൽ ആമേൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്നേഹതീര പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്ലീലത നിറഞ്ഞത്, ലൈംഗിക ചൊവ്വയുള്ള നിരവധി വീഡിയോ ക്ലിപ്പുകൾ അവൈലബിൾ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുവാൻ വളരെ സാധ്യതയുള്ള ലോകത്ത് നിരവധി ദൈവദാസിമാർ അവരുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം യൂട്യൂബിൽ ആമേൻ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഞങ്ങളും അപ്ലോഡ് ചെയ്യുന്നു. ആമേൻ. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമായിരിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷിജു ജോസ്. ഗോഡ് ബ്ലസ് യു.